2022 മെയ് 4-ാം തീയതി. മാഡ്രിഡ് നഗരത്തിൻ്റെ ഓരോ കോണും അന്ന് ഉദ്വേഗഭരിതമാണ്. യുഎഫ ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിൻ്റെ ആദ്യപാദ മത്സരത്തിൽ തോൽവി നുണഞ്ഞിരിക്കുകയാണ് റയൽ മാഡ്രിഡ്. പെപ് ഗാർഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റി 4-3 അവരെ തോൽപ്പിച്ചത്. ലോസ് ബ്ലാങ്കോസിനെ രണ്ടാം പാദ മത്സരത്തിലേക്ക് ആവേശപൂർവ്വം ആനയിക്കാൻ വേണ്ടതെല്ലാം മാഡ്രിഡ് നഗരം ഒരുക്കി വച്ചിരുന്നു. കുതിരപ്പടയുടെ പതിവ് സെറിമോണിയൽ പരേഡ് ഉണ്ടായിരുന്നു. ടീം ബസിനു മുന്നിലെ കരിമരുന്ന് പ്രയോഗവും കലക്കി. റയലിനു വേണ്ടി ജീവൻ എടുക്കാനും കൊടുക്കാനും നടക്കുന്ന അൾട്രാസിന്റെ ഗർജനങ്ങൾ മാഡ്രിഡിന്റെ തെരുവുകളെ പ്രകമ്പനം കൊള്ളിച്ചു. പതിവുകൾക്കൊക്കെയും ഇരട്ടി ശൗര്യമായിരുന്നു, ഇരട്ടി വീര്യമായിരുന്നു. റയൽ ആരാധകരുടെ ഹൃദയങ്ങളിൽ മുഴങ്ങിയ പെരുമ്പറകൾക്കും പതിവിലേറെ മുഴക്കമുണ്ടായിരുന്നു. അല്ലെങ്കിലും ബെർണബ്യൂവിലെ UCL പോരാട്ട രാവുകൾക്ക് എന്നും ഇതേ ഇരമ്പമാണ്. മാഡ്രിഡിലെ ജനം ഇതെത്ര കാലമായി കാണുന്നു. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ മുൻ വർഷങ്ങളിലെ പോലെയല്ല. ഇക്കുറി അവർക്കൊപ്പം അവരുടെ എൽ ബിച്ചോ ഇല്ല, സെർഹിയോ റാമോസും റാഫേൽ വറാനുമില്ല. എന്നാലും ക്ലബിലുള്ള അവരുടെ വിശ്വാസം അചഞ്ചലമായിരുന്നു. മാച്ച് ഡേ അടുത്തപ്പോൾ ആരാധകർ ഓർത്തത് മറ്റൊന്നാണ്. തലേ ദിവസം കാർലോ ആഞ്ചലോട്ടി എന്താകും ഡ്രസ്സിംഗ് റൂമിൽ കളിക്കാരോടായി പറഞ്ഞിട്ടുണ്ടാവുക. ആശാൻ ഒരക്ഷരം മിണ്ടിയില്ല എന്നതാണ് സത്യം. ഡ്രസ്സിംഗ് റൂമിലെ വിളക്കുകൾ അണച്ച് പ്രൊജക്ടർ പ്രവർത്തിപ്പിച്ചു. അതിലൊരു വീഡിയോ ഇട്ട് അദ്ദേഹം ടീമിലെ ഓരോ അംഗത്തെയും ഇരുത്തി കാണിച്ചു. റയൽ മാഡ്രിഡ് എന്ന വിശ്വവിഖ്യാതമായ ക്ലബ്ബ് അതിന് ഉത്ഭവം തൊട്ടിങ്ങോട്ട് കളിച്ച കളികളിൽ നടത്തിയിട്ടുള്ള അവിശ്വസനീയമായ കംബാക്കുകളുടെ ഒരു മൊണ്ടാഷ് ആയിരുന്നു ആ വീഡിയോ. ചരിത്രത്തിൽ എന്നൊക്കെ ക്ലബ്ബ് തോറ്റു എന്ന് ഉറപ്പിച്ചെടുത്തു നിന്ന് കളി ജയിച്ചിട്ടുണ്ടോ അതിൻ്റെ എല്ലാം വിന്നിംഗ് മൊമെന്റ്സ് അദ്ദേഹം അന്ന് തൻ്റെ കളിക്കാരെ കാണിച്ചു. കോച്ചിൻ്റെ മെസ്സേജ് വളരെ കൃത്യമായിരുന്നു. ഒരക്ഷരം മിണ്ടാതെ കളിക്കാർക്കെല്ലാം അത് മനസ്സിലാവുകയും ചെയ്തു. പിറ്റേന്ന് കളി തുടങ്ങി 65-ാം മിനിറ്റിൽ സകലരെയും ഞെട്ടിച്ചൊരു തീരുമാനം ആൻചലോട്ടിയിൽ നിന്നുണ്ടായി. പ്ലേമേക്കറായ മിഡ്ഫീൽഡർ ടോണി ക്രൂസിനെ പിൻവലിച്ച് പകരം ബ്രസീലിന്റെ യുവതാരം റോഡ്രിഗോയെ അദ്ദേഹം കളത്തിലിറക്കി. മൈതാനത്ത് മുൻതൂക്കം അന്ന് മാഞ്ചസ്റ്റർ സിറ്റിക്കായിരുന്നു. കളി പുരോഗമിക്കെ ദുരന്തം റയലിനെ തേടിയെത്തി. മിഡ്ഫീൽഡിലുണ്ടായ ഒരു മിസ് പാസ് അവസരം കൺമുന്നിൽ കണ്ടപ്പോൾ ബെർണാർഡോ സിൽവ ചാടി വീണു. പന്തും കാലിൽ കുരുക്കി സിൽവ റയലിന്റെ പെനാൽറ്റി ബോക്സ് ലക്ഷ്യമിട്ട് ചീറിപ്പാഞ്ഞു. തലങ്ങും വിലങ്ങും പാഞ്ഞ റയൽ മിഡ്ഫീൽഡിനെ നിർവീര്യമാക്കിക്കൊണ്ട് സിൽവയുടെ ഗോൾഡൻ പാസ് സിറ്റിയുടെ റൈറ്റ് ഫിംഗർ റിയാദ് മഹ്റസിനെ തേടിയെത്തി. 73-ാം മിനിറ്റിൽ മഹ്റസിന്റെ ഇടത്തെ ബൂട്ടിൽ നിന്ന് ഉതിർന്ന വെടിയുണ്ട റയലിന്റെ വല കുലുക്കി. ബെർണബ്യൂ നിറഞ്ഞു കവിഞ്ഞിരുന്ന 3/4 ലക്ഷത്തിൽ പരം കാണികൾ നിമിഷ നേരത്തേക്ക് നിശബ്ദരായി. മാഡ്രിഡ് നഗരം ശ്മശാന മൂകമായി. അശരീരി എന്നോണം കമന്ററി ബോക്സിൽ നിന്ന് പീറ്റർ ഡ്യൂറിയുടെ ശബ്ദം പുറപ്പെട്ടു. ഈവൻ ഫോർ റയൽ മാഡ്രിഡ് ഇറ്റ്സ് എ ഫെയർ ഓൾ ജേർണി ബാക്ക് ഫ്രം ഹിയർ. ഇനി ജയിച്ച് ഫൈനലിൽ കയറണമെങ്കിൽ 1 അല്ല 2 അല്ല 3 ഗോളാണ് അടിക്കേണ്ടത്. അതിന് റയൽ മാഡ്രിഡിനെ കൊണ്ട് സാധിക്കില്ല എന്നായിരുന്നു ഡ്രൂറിയുടെ പ്രവചനം. കളി എക്സ്ട്രാ ടൈമിലേക്കെങ്കിലും വലിച്ചു നീട്ടണമെന്നുണ്ടെങ്കിൽ ഇനിയുള്ള 17 മിനിറ്റിനുള്ളിൽ ചുരുങ്ങിയത് 2 തവണയെങ്കിലും റയൽ സ്കോർ ചെയ്തേ പറ്റൂ. അതും യൂറോപ്പിലെ ഏറ്റവും ശക്തരെന്ന് പുകൾപെറ്റ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ചുണക്കുട്ടികൾക്കെതിരെ. ക്ലോക്ക് പതിയെ മിടിച്ച് 89-ാം മിനിറ്റിലേക്കെത്തി. സ്കൈ സ്പോർട്സ് അവരുടെ പ്രവചനം സ്ക്രോൾ ചെയ്തു. സിറ്റി ഫൈനലിലേക്ക് കയറാനുള്ള സാധ്യത 99%. റയലിനുള്ളത് വെറും 1% മാത്രം. എന്നാൽ കളികളിലെ സാധ്യതകൾ ഇങ്ങനെ വിപരീതമായി മാറിയിട്ടും ബെർണബ്യൂവിൽ കളി കാണാനെത്തിയ ഒരൊറ്റ റയൽ ഫാൻ പോലും അവനവൻ്റെ സീറ്റിൽ നിന്ന് അനങ്ങിയതേയില്ല. അവരാരും സ്റ്റേഡിയം വിട്ടു പോയില്ല. കാരണം ഇത് മാഡ്രിഡാണ്. ഫൈനൽ വിസിൽ മുഴങ്ങാതെ സ്റ്റേഡിയം വിട്ടു പോകുന്ന പതിവ് മാഡ്രിഡുകാർക്കില്ല. അത്ഭുതങ്ങളിൽ വിശ്വസിക്കാൻ അവസാന നിമിഷം വരെയും ഉണ്ടാകാനിടയുള്ള തിരിച്ചുവരവുകൾക്ക് വേണ്ടി നെഞ്ചുരുകി പ്രാർത്ഥിക്കാനാണ് ക്ലബിൻ്റെ അന്നോളമുള്ള ചരിത്രം അവരെ പഠിപ്പിച്ചിട്ടുള്ളത്. മാഡ്രിഡ് നഗരത്തിൽ തലമുറകൾ കൈമാറി വന്നിട്ടുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട്, 90 മിനിറ്റ്സ് ഇൻ ദ ബെർണബ്യൂ ഈസ് എ ലോങ് ടൈം. ബെർണബ്യൂവിലെ 90 മിനിറ്റിന് നീളം ഇത്തിരി കൂടുതലാണ്. 90-ാം മിനിറ്റ് കമവിംഗയിൽ നിന്ന് മൈതാനത്തിന് വിലങ്ങനെ പുറപ്പെട്ട ഒരു ബോൾ. അതിലേക്ക് പാഞ്ഞു കയറി ചെന്ന് ബെൻസിമ നേരെ പെനാൽറ്റി ബോക്സിലേക്ക് അതിൻ്റെ ഗതി തിരിച്ചുവിട്ടപ്പോൾ കൃത്യമായി അതിൽ കണക്ട് ചെയ്യാൻ റോഡ്രിഗോ അവിടെ ഉണ്ടായിരുന്നു. റോഡ്രിഗോയുടെ കാലിൽ നിന്ന് പുറപ്പെട്ട പന്ത് എഡേഴ്സിനെ വെട്ടിച്ച് സിറ്റിയുടെ വല കുലുക്കിയതോടെ
റയൽ ആരാധകരുടെ ഹർഷാരവങ്ങൾ കൊണ്ട് ബെർണബ്യൂ ഇളകി മറിഞ്ഞു. കളി തീരാൻ നിമിഷങ്ങൾ മാത്രം അവശേഷിക്കെ ബെർണബ്യൂവിൽ പിന്നീട് നടന്നതിന് ഫുട്ബോൾ എന്ന് വിളിച്ചാൽ മതിയാകില്ല. മിലിറ്റാവോയിൽ നിന്ന് പാസ് സ്വീകരിച്ച കവഹാൽ നിന്ന നിൽപ്പിന് പന്ത് റോഡ്രിഗോയ്ക്ക് ക്രോസ് ചെയ്യുന്നു. കുതിച്ചു ചാടി ഉയർന്ന റോഡ്രിഗോയുടെ ഹെഡറിൽ പന്ത് ഗോൾ വല ലക്ഷ്യമിട്ട് മിന്നൽ പോലെ പാഞ്ഞപ്പോൾ നിസ്സഹായനായി അത് നോക്കി നിൽക്കാനേ എഡേഴ്സിന് സാധിച്ചുള്ളൂ. കമന്ററി ബോക്സിലിരുന്ന് പീറ്റർ ഡ്യൂറി ഈ നിമിഷങ്ങളെ വർണ്ണിക്കുന്നത് കേട്ടാൽ ഇന്നും നമുക്ക് രോമാഞ്ചം വരും. They prayed for miracles and miracles arrived. റയൽ മാഡ്രിഡ് the team of dreams. അവർ അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അത്ഭുതങ്ങൾ അവരെ തേടിയെത്തി. റയൽ മാഡ്രിഡ് അക്ഷരാർത്ഥത്തിൽ ഒരു സ്വപ്ന ടീം തന്നെ എന്നാണ് ഡ്രൂറി അന്ന് പറഞ്ഞത്. ഒരാളും പ്രതീക്ഷിക്കാതിരുന്ന നേരത്ത് സാധ്യതകൾ 1% മാത്രമായിരിക്കെ റയൽ മാഡ്രിഡ് ആ മത്സരത്തെ എക്സ്ട്രാ ടൈമിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണ്. വെറും 2 മിനിറ്റ് നേരം കൊണ്ട് അവിടെ പിറന്നു വീണത് 2 ഗോളുകളാണ്. സെമി വരെ എത്തി പുറത്തു പോകുന്നതിന്റെ വക്കിൽ നിന്ന് റയൽ ഇതാ വിധിയുടെ സെൻട്രൽ ഫീൽഡിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. ആ നിമിഷം തൊട്ട് മത്സരം കണ്ട എല്ലാവരും അത് ഉറപ്പിച്ചു. ആ കളി കണ്ടുകൊണ്ടിരുന്ന ഓരോ റയൽ മാഡ്രിഡ് ആരാധകനും, എന്തിന് നിഷ്പക്ഷരായ കാണികൾക്ക് പോലും ഇനി അവിടെ നടക്കാനിരിക്കുന്നത് എന്തെന്ന് നല്ല നിശ്ചയമുണ്ടായിരുന്നു. എന്തിന് ഗാഡിയോള പോലും ആ നിമിഷം മുതൽ നിസ്സഹായനായിരുന്നു. നടക്കാൻ പോകുന്നത് എന്തെന്ന് അയാൾക്ക് പോലും ഉറപ്പായിരുന്നു. എക്സ്ട്രാ ടൈമിൽ റയൽ ടീമിനുണ്ടായ ഊർജം ആരെക്കൊണ്ടും പിടിച്ചു കെട്ടാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല. പെനാൾട്ടി ബോക്സിനുള്ളിൽ ബെൻസേമ ഫൗൾ ചെയ്യപ്പെടുന്നു. തൽക്ഷണം വിസിൽ മുഴങ്ങുന്നു. പെനാൾട്ടി സ്പോട്ടിന് നേരെ കൈനീട്ടാൻ റഫറി ഡാനിയൽ ഓർസാറ്റോയ്ക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. പന്ത് സ്പോട്ടിൽ വെച്ച് പിന്നിലേക്ക് 4 അടി നടന്ന ശേഷം നിഷ്പ്രയാസം ബെൻസിമ നിറയൊഴിച്ചു. പോസ്റ്റിന്റെ ഇടത്തെ മൂല കുലുങ്ങി. കമന്ററി ബോക്സിൽ നിന്ന് ഡ്രൂറിയുടെ ഗർജനം. ഗോൾ റയൽ മാഡ്രിഡ് 3 മാഞ്ചസ്റ്റർ സിറ്റി 1. 2 പാദത്തിലെയും ഗോൾ നില കണക്കിലെടുക്കുമ്പോൾ 5-നെതിരെ 6 ഗോളുകൾക്ക് മാഞ്ചസ്റ്റർ സിറ്റിയെ തറപറ്റിച്ച് റയൽ മാഡ്രിഡ് UEFA ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിലെത്തുന്നു. റയലിന്റെ മുൻ റൈറ്റ് ബാക്ക് ആയിരുന്ന അർബലോവയുടെ പ്രസിദ്ധമായ വരികൾ ഇങ്ങനെയാണ്: When everyone thinks we are dead and buried, we go and win the Champions League. That's why we are the best. അന്ന് രാത്രി റയൽ ചെയ്തതും അതുതന്നെ. റയൽ മാഡ്രിഡിന്റെ ആ ജൈത്രയാത്ര അവസാനിക്കുന്നത് ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിലാണ്. സ്പാനിഷ് ഫുട്ബോളിന്റെ ആലക്തിക സൗന്ദര്യം മുഴുവൻ ആവാഹിച്ചുകൊണ്ട് റയൽ മാഡ്രിഡ് എന്ന ക്ലബ്ബ് കളിക്കളത്തിൽ നടത്തിയിട്ടുള്ള പടയോട്ടങ്ങളുടെ കഥ. കളിക്കാരും മാനേജർമാരും പ്രസിഡന്റുമെല്ലാം മാറി മാറി വന്നിട്ടും കാൽപന്ത് കളിയുടെ ആവേശം തരിമ്പും ചോർന്നു പോകാതെ റയൽ ഇന്നും തുടരുന്ന ഇതിഹാസ തുല്യമായ ലെഗസിയുടെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. റയൽ മാഡ്രിഡ് എന്ന ഫുട്ബോൾ ക്ലബിൻ്റെ ഉൽപ്പത്തി സ്പെയിനിലെ പ്രൊഫഷണൽ ഫുട്ബോളിൻ്റെ കൂടി ആരംഭത്തിൻ്റെ ചരിത്രമാണ്. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ബ്രിട്ടീഷ് തൊഴിലാളികളും നാവികരും ബ്രിട്ടനിൽ പോയി പഠിച്ചു മടങ്ങിയെത്തിയ സ്പാനിഷ് വിദ്യാർത്ഥികളും ചേർന്നാണ് ഈ പുതിയ കളി അവർക്ക് പരിചയപ്പെടുത്തുന്നത്. റിക്രിയേറ്റീവോ ഡെ വെൽവ പോലെയുള്ള ആദ്യകാല ക്ലബ്ബുകൾ രൂപം കൊള്ളുന്നതും ഇക്കാലത്താണ്. സ്പാനിഷ് ഫുട്ബോൾ പിച്ച വെച്ച് നടന്നു തുടങ്ങിയ കാലം. ഈ കാലത്ത് തന്നെയാണ്, കൃത്യമായി പറഞ്ഞാൽ 1897 മാഡ്രിഡ് നഗരത്തിൽ ഫുട്ബോൾ ക്ലബ് സ്കൈ എന്ന അവരുടെ ആദ്യത്തെ ക്ലബ്ബ് തുടങ്ങുന്നത്. പിന്നീട് അങ്ങോട്ട് വരാനിരുന്ന കാൽപന്ത് കളിയുടെ ആഹ്ലാദാരവങ്ങൾക്കുള്ള അസ്ഥിവാരം. 1900 ക്ലബിൽ കാര്യമായ പടലപ്പിണക്കങ്ങൾ ഉണ്ടാവുന്നു. ഹൂലിയൻ പലാസിയോസ്, ഹുവാൻ പെദ്രോസ്, കാർലോസ് പെദ്രോസ്, അഡോൾഫോ മെലൻഡസ്, ഹിറാൾഡ് സഹോദരന്മാർ എന്നിങ്ങനെ പ്രമുഖ താരങ്ങളിൽ പലരും അന്ന് ക്ലബ്ബ് വിട്ടുപോകുന്നു. ഈയൊരു റിബൽ ഗ്രൂപ്പ് മാഡ്രിഡിൽ സമാന്തര മത്സരങ്ങൾ സംഘടിപ്പിച്ച് പുതിയൊരു ക്ലബിനുള്ള കരുക്കൾ നീക്കുന്നു. 1902 മാർച്ച് 6 മഡ്രിഡ് ഫുട്ബോൾ ക്ലബ് എന്ന പേരിൽ അവർ ഔദ്യോഗികമായി തന്നെ ഒരു പുതിയ ക്ലബിന് തറക്കല്ലിടുന്നു. മാഡ്രിഡ് നഗരമധ്യത്തിൽ പദ്രോസ് കുടുംബം നടത്തിയിരുന്ന ബിസിനസ് സ്ഥാപനത്തിൻ്റെ ബാക്ക് യാർഡിൽ വെച്ചായിരുന്നു ഈ ക്ലബിൻ്റെ ഫൗണ്ടിംഗ് മീറ്റിംഗിന് പിന്നാലെ ബാഴ്സലോണയിൽ നിന്നുള്ള വ്യാപാരി ഹുവാൻ പെദ്രോസ് ക്ലബിൻ്റെ കന്നി പ്രസിഡന്റായിട്ട് അവരോധിക്കപ്പെടുന്നു. ഈ ഹുവാൻ പെദ്രോസിനും സഹോദരൻ കാർലോസ് പെദ്രോസിനുമാണ് ക്ലബ്ബ് സ്ഥാപിച്ചതിൻ്റെ ക്രെഡിറ്റ് ഇന്നും നൽകപ്പെട്ടു പോരുന്നത്. ഈ ക്ലബിലേക്ക് കൊള്ളാവുന്ന കളിക്കാരെ കണ്ടെത്തി റിക്രൂട്ട് ചെയ്യുന്ന ചുമതല ഹൂലിയൻ പലാസിയോസ് എന്ന മൈനിങ് എഞ്ചിനീയറെയാണ് അന്ന് ഏൽപ്പിക്കപ്പെടുന്നത്. ക്ലബിൻ്റെ ആദ്യകാല ഭാരവാഹികളിൽ ഒരാളായിട്ടുള്ള അദ്ദേഹം ക്ലബിൻ്റെ ആദ്യത്തെ ക്യാപ്റ്റനും
സെൻട്രൽ ഫോർവേഡും കൂടിയായിരുന്നു. 1902 ഏപ്രിൽ മാസത്തിൽ ക്ലബിൻ്റെ ബൈലോ ഡ്രാഫ്റ്റ് ചെയ്ത് ലോക്കൽ അതോറിറ്റികൾക്ക് സമർപ്പിക്കപ്പെടുന്നു. ഏപ്രിൽ 22-ന് മാഡ്രിഡിൻ്റെ സിവിൽ ഗവർണർ ക്ലബിന് ഔപചാരികമായ അംഗീകാരം നൽകുന്നു. അതോടെ അതൊരു ലീഗൽ എൻറ്റിറ്റി ആയിട്ട് മാറുന്നു. ഇങ്ങനെ ഒരു ക്ലബ്ബ് സ്ഥാപിച്ചവർക്ക് ഒരു ഉദ്ദേശം മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളൂ: ഫുട്ബോളിനെ ഒരു മാസ് സ്പോർട്ടാക്കി വളർത്തിയെടുക്കുക. അത് സമൂഹത്തിൻ്റെ എല്ലാ തട്ടിലുമുള്ളവർക്ക് ജാതി മത വർഗഭേദമന്യേ പ്രാപ്യമായ ഒന്നാക്കി നിലനിർത്തുക. പ്രതിമാസം 2 പെസറ്റ ക്ലബ് മെമ്പർഷിപ്പ് ഫീസായി അന്ന് നിശ്ചയിക്കപ്പെടുന്നു. അന്നത്തെ ഇംഗ്ലീഷ് അമേച്വർ ക്ലബ്ബായിരുന്ന കരീന്ത്യൻ FC ക്ലബിനോടുള്ള ആദരസൂചകമായി അതിൽ കളിക്കാർക്ക് വെള്ള നിറത്തിലുള്ള ജേഴ്സികളാണ് അന്ന് നൽകപ്പെട്ടത്. ആ നിറത്തിൻ്റെ പേരിൽ അന്ന് അവരെ ജനം വിളിച്ചത് ലോസ് ബ്ലാങ്കോസ് അഥവാ വെള്ള കുപ്പായക്കാർ എന്നാണ്. മുട്ടയുടെ വെള്ളയിൽ നിന്നുണ്ടാക്കിയിരുന്ന വെളുത്ത നിറത്തിലുള്ള ഒരു ഡെസേർട്ടിൻ്റെ പേരിൽ ലോസ് മെറൻഗസ് എന്ന ചില പേരിലും അവർ അന്ന് വിളിക്കപ്പെട്ടിരുന്നു. ക്ലബിൻ്റെ ആദ്യത്തെ എംബ്ലം വളരെ ലളിതമായ ഒരു ഡിസൈനിലായിരുന്നു. മാദ്രിദ് ക്ലൂബ് ഡെ ഫുട്ബോൾ എന്നതിൻ്റെ ചുരുക്കപ്പേരായ MCF എന്നീ 3 അക്ഷരങ്ങളുടെ ആലങ്കാരികമായൊരു ഇൻ്റർലേസിംഗ് ആയിരുന്നു അത്. വെള്ള ജേഴ്സിയിൽ ആ നീല അക്ഷരങ്ങൾ എടുത്തു പിടിച്ചു തന്നെ നിന്നു. 1908-ൽ ക്ലബിൻ്റെ എംബ്ലം ആദ്യ റിവിഷന് വിധേയമായി. ലെറ്ററുകൾ ഒന്നുകൂടി സ്ട്രീംലൈൻഡായി. ഈ 3 അക്ഷരങ്ങളും ഒരു വട്ടത്തിനുള്ളിൽ പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തു. അന്ന് സ്പെയിൻ ഭരിച്ചിരുന്നത് അൽഫോൺസോ 13 എന്ന ഒരു രാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഫുട്ബോളിന് സ്പെയിനിൽ ജനപ്രീതി പ്രതിദിനം വർദ്ധിച്ചു വന്നു. അതോടെ ഫുട്ബോളിൻ്റെ ഈ പോപ്പുലാരിറ്റി രാജഭരണത്തിൻ്റെ ക്രെഡിറ്റിലേക്ക് എങ്ങനെ എടുക്കാം എന്നതായി അദ്ദേഹത്തിൻ്റെ ചിന്ത. 1920-ൽ അദ്ദേഹം മാഡ്രിഡ് ഫുട്ബോൾ ക്ലബിനെ രാജസ്വമാക്കി മാറ്റി. അതോടെ സ്പാനിഷിൽ റോയൽ എന്ന അർത്ഥം വരുന്ന റയാൽ എന്ന വാക്ക് ക്ലബിൻ്റെ പേരിനോട് ചേർത്ത് ഉപയോഗിക്കാനുള്ള അനുമതിയും നൽകപ്പെടുന്നു. അതോടെ ക്ലബിൻ്റെ പേര് റയൽ മാഡ്രിഡ് ഫുട്ബോൾ ക്ലബ് എന്നായി മാറി. പേര് സൂചിപ്പിക്കും പോലെ അത് അക്ഷരാർത്ഥത്തിൽ രാജാവിൻ്റെ പട തന്നെ ആയിരുന്നുവെന്ന്. റയൽ അതിൻ്റെ ആദ്യത്തെ ലാലിഗ കിരീടം നേടുന്നത് 1931-32 സീസണിലാണ്. അടുത്ത വർഷം ക്ലബ്ബ് ആ കിരീട നേട്ടം ആവർത്തിച്ചുകൊണ്ട് സകലരെയും ഞെട്ടിച്ചു. അങ്ങനെ ക്ലബ്ബ് അതിൻ്റെ പുഷ്കലകാലത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കെ അവിചാരിതമായി കടന്നു വന്ന സ്പാനിഷ് സിവിൽ വാർ രാജ്യത്തെ പ്രൊഫഷണൽ ഫുട്ബോൾ ലീഗിൻ്റെ കടക്കൽ കത്തിവെച്ച് കളഞ്ഞു. യുദ്ധം കഴിഞ്ഞപ്പോഴേക്കും റയൽ മാഡ്രിഡ് ക്ലബ്ബ് സാമ്പത്തികമായും സംഘടനാപരമായും നാമാവശേഷമായി. ഈ സിവിൽ വാർ കാര്യമായി ബാധിക്കാതിരുന്ന അത്ലറ്റിക് ബിൽബാവോ, അത്ലറ്റിക്കോ മാഡ്രിഡ്, ബാഴ്സലോണ എന്നീ ക്ലബ്ബുകൾ റയലിനേക്കാൾ ബഹുദൂരം മുന്നിലെത്തി. 1943-ൽ പ്രതിസന്ധി ഘട്ടം അതിൻ്റെ പാരമ്യത്തിലെത്തി നിൽക്കെ ക്ലബ് മാനേജ്മെൻറ്റിൽ നിന്ന് ഏറെ നിർണായകമായ ഒരു നീക്കം നടക്കുന്നു. ആബൽ ബാന്ധവനായി അന്ന് അവതരിച്ചത് അന്യനൊന്നുമല്ലായിരുന്നു, അവരുടെ സ്വന്തക്കാരിൽ ഒരാൾ. സാന്റിയാഗോ ബെർണബ്യൂ എന്ന മുൻ ക്യാപ്റ്റൻ അദ്ദേഹത്തിൻ്റെ 48-ാം വയസ്സിൽ ക്ലബ്ബ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. മാഡ്രിഡുകാർക്ക് അറിയാത്ത ആളൊന്നുമല്ലായിരുന്നു ബെർണബ്യൂ. 14-ാം വയസ്സിൽ റയൽ മാഡ്രിഡിൻ്റെ ജൂനിയർ ടീമിൻ്റെ ഭാഗമായതാണ് ബെർണബ്യൂ. 17-ാം വയസ്സിൽ സീനിയർ ടീമിൽ അരങ്ങേറ്റം. അധികം വൈകാതെ ക്ലബിൻ്റെ ക്യാപ്റ്റൻ സ്ഥാനം. 1927-ൽ ഫുട്ബോൾ കരിയറിൽ നിന്ന് വിരമിക്കും വരെ കളം നിറഞ്ഞു തന്നെ കളിച്ചു ബെർണബ്യൂ. വിരമിച്ച ശേഷം എല്ലാ റോളിലും ക്ലബിൻ്റെ ഭാഗമായിട്ടുണ്ടയാൾ. ഡയറക്ടർ, അസിസ്റ്റന്റ് മാനേജർ, ഫസ്റ്റ് ടീമിൻ്റെ കോച്ച് എന്നിങ്ങനെ ബെർണബ്യൂ ആകാത്തതായിട്ട് ഒന്നുമില്ല. 40കൾ ബാഴ്സലോണ കളമാണ് കാലമാണ്. 1945, 48, 49 എന്നീ വർഷങ്ങളിൽ ലാലിഗ കിരീടം അവരുടേതായിരുന്നു. എന്നാൽ ആ ആധിപത്യം തകർക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട ബെർണബ്യൂവിൻ്റെ മനസ്സിൽ കൃത്യമായൊരു ആക്ഷൻ പ്ലാൻ തന്നെ ഉണ്ടായിരുന്നു. റയലിനെ ആമൂലാഗ്രം ഉടച്ചു വാർത്തുകൊണ്ടാണ് അയാൾ തുടങ്ങുന്നത്. ക്ലബിൻ്റെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അതിൻ്റേതായിട്ടുള്ള ടെക്നിക്കൽ ടീമുകൾ അസൈൻ ചെയ്യപ്പെട്ടു. കോച്ചുകളും ഫിസിയോകളും മറ്റ് സ്റ്റാഫും ഒന്നും റിക്രൂട്ട് ചെയ്യപ്പെട്ടിരുന്നത് അവരുടെ ബന്ധത്തിൻ്റെ പുറത്തല്ല, കഴിവൊന്നു മാത്രം വിലയിരുത്തിക്കൊണ്ടായിരുന്നു. ബെർണബ്യൂവിൻ്റെ യഥാർത്ഥ ഗാമ്പിൾ അപ്പോഴും വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 1947-ൽ അദ്ദേഹം അന്നുവരെ ആരും സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത ഒന്ന് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടു. അസാമാന്യ വലിപ്പമുള്ള ഒരു സ്റ്റേഡിയം. അതിൻ്റെ നിർമ്മാണത്തിനു വേണ്ട പണം കണ്ടെത്താൻ വേണ്ടി അദ്ദേഹം ഫാൻസിനും ക്ലബ് അംഗങ്ങൾക്കും നേരിട്ട് ബോണ്ടുകൾ വിറ്റു. പലരും അന്ന് അതിനെ അപഹസിച്ചു. ഇത്ര ചെറിയ ക്ലബിനു വേണ്ടി ഇത്ര വലിയ സ്റ്റേഡിയമോ എന്ന് ഒരുപാട് പേർ പുച്ഛിച്ചു. ബെർണബ്യൂവിൻ്റെ മനസ്സിനെ അതൊന്നും തന്നെ പിടിച്ചുലച്ചില്ല. ബിൽഡ് ഇറ്റ് ഫസ്റ്റ് ആൻഡ് ദ ഗ്രേറ്റ്നസ് വിൽ കം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ നയം. ഒടുവിൽ ആ സ്റ്റേഡിയം കോംപ്ലക്സ് പണിതീർത്തു വന്നപ്പോൾ അദ്ദേഹം അതിന് എസ്റ്റാഡിയോ റയൽ മാഡ്രിഡ് ക്ലൂബ് ഡെ ഫുട്ബോൾ എന്ന് പേരിട്ടു. ആ അസാമാന്യ ദിഷണാശാലിയുടെ ദീർഘവീക്ഷണം അച്ചട്ടായിരുന്നു. സ്റ്റേഡിയം വലുതായതോടെ ടിക്കറ്റ് വിൽപ്പന 10 ഇരട്ടിയായി. ക്ലബിൻ്റെ വരുമാനവും കുത്തനെ ഉയർന്നു. സ്റ്റേഡിയം പണിത് കഴിഞ്ഞപ്പോൾ ക്ലബിന് ഇനി വേണ്ടത് ലോകോത്തര നിലവാരത്തിലുള്ള ഒരു ട്രെയിനിങ് ഫെസിലിറ്റിയാണ് എന്നൊരു വെളിപാട് കൂടി ബെർണബ്യൂവിനുണ്ടായി.
മാഡ്രിഡ് നഗരത്തിന്റെ പ്രാന്തപ്രദേശത്ത് സ്പാനിഷിൽ സ്പോർട്ടിംഗ് സിറ്റി എന്നർത്ഥം വരുന്ന സിഡാഡ് ഡെ പോർട്ടീവ എന്ന പേരിൽ അതും അദ്ദേഹം പണിതുയർത്തി. അവിടുന്ന് അങ്ങോട്ട് ലോകത്തിലെ ഏറ്റവും മികച്ച ടാലന്റുകൾക്ക് വേണ്ടി മത്സരിക്കാൻ ക്ലബ്ബ് പ്രാപ്തമായി. 1953 റയൽ ബാഴ്സയെ തോൽപ്പിച്ചുകൊണ്ട് ലാ ലീഗ കിരീടമുയർത്തി. ക്ലബിന്റെ 3ാമത് സ്പാനിഷ് കിരീടം. പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ബേർണബ്യൂവിന്റെ ആദ്യത്തെ കിരീടം അദ്ദേഹം അധികാരമേറ്റ് 10 വർഷത്തിനിപ്പുറമാണ് തേടിയെത്തുന്നത്. എന്നാൽ അതുകൊണ്ട് മാത്രം ബേർണബ്യൂ തൃപ്തനല്ലായിരുന്നു. അക്കൊല്ലം തന്നെ അദ്ദേഹം പുതിയൊരു സ്ട്രാറ്റജി പ്രഖ്യാപിച്ചു. ആൽഫ്രെഡോ ഡി സ്റ്റെഫാനോയിലാണ് ബേർണബ്യൂ തുടങ്ങുന്നത്. പിന്നാലെ എക്ടോർ റിയൽ, റെയ്മൺ കോപ്പ, ഹോസെ സാന്റോമാരിയ, റൊഹെല്ലോ ഡൊമിംഗസ്, ഫെറൻസ് പുഷ്കാഷ്, കനാരിയോ മുതൽ ഡിഡി വരെ റയലിലേക്ക് എത്തുന്നു. ഒപ്പം ലൂയിസ് ഡെൽ സോളിനെയും പാക്കോ ഹെൻഡോനെയും പോലുള്ള സ്പാനിഷ് കളിക്കാരും ടീമിലേക്ക് എത്തുന്നു. അങ്ങനെ രൂപം കൊണ്ട റയൽ മാഡ്രിഡ് 11 ആണ് ലോകത്തിലെ ആദ്യത്തെ യഥാർത്ഥ മൾട്ടിനാഷണൽ ടീം. മാഡ്രിഡ് നഗരത്തിൽ ഫുട്ബോളിൻ്റെ ഒരു പുതുപുത്തൻ തത്വശാസ്ത്രം, ഒരു പുത്തൻ കൾച്ചർ തന്നെ വികസിച്ചു വന്നു. ഒപ്പം സോക്കറിൻ്റെ ലാറ്റിൻ അമേരിക്കൻ ഋതവും ടീമിനെ തേടിയെത്തി. സംതിങ് ദാറ്റ് ഈസ് ഫ്ലൂയിഡ്, എക്സ്പ്രസീവ് ആൻഡ് ക്രിയേറ്റീവ്. 1952 ബേർണബ്യൂവിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ഹല മദ്രിദ് എന്ന പേരിൽ ക്ലബിൻ്റെ ആദ്യത്തെ ഒഫീഷ്യൽ ആന്തവും പുറത്തു വരുന്നു. സ്പാനിഷ് സിംബലുകളിലും ആചാരങ്ങളിലും ട്രഡീഷനുകളിലും എല്ലാം കാര്യമുണ്ട് എന്ന് അന്നേ അവർക്ക് മനസ്സിലായിരുന്നു. 50കളുടെ മധ്യത്തോടെ ബേർണബ്യൂ ഒരു കാര്യം ഉറപ്പിച്ചു. ക്ലബിന്റെ പ്രസിദ്ധി സ്പെയിനിനുള്ളിൽ മാത്രം ഒതുങ്ങി നിന്നാൽ പോരാ, സ്പാനിഷ് കാൽപന്ത് കളിയുടെ സൗന്ദര്യം ലോകം മുഴുവൻ എത്തിക്കണം. അന്നത്തെ അറിയപ്പെടുന്ന ഫ്രഞ്ച് സ്പോർട്സ് മാസികയായ ലെ കീപ്പുമായി ചേർന്നുകൊണ്ട് അദ്ദേഹം ആ ആശയത്തെ സാക്ഷാത്കരിക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ ഉത്സാഹത്തിൽ 1955 ഏപ്രിലിൽ യൂറോപ്പിലെ 19 ക്ലബ്ബുകൾ ഒത്തുകൂടി യൂറോപ്യൻ ചാമ്പ്യൻ ക്ലബ്സ് കപ്പ് എന്നൊരു ടൂർണമെന്റ് തന്നെ ആരംഭിക്കുന്നു. അതാണ് ഇന്നത്തെ നമ്മുടെ യുഎഫ ചാമ്പ്യൻസ് ലീഗ്. അടുത്ത ശരത്കാലത്തിൽ ടൂർണമെന്റിന്റെ ആദ്യത്തെ എഡിഷൻ തുടങ്ങി. കന്നി ടൂർണമെന്റിൽ തന്നെ റയൽ മാഡ്രിഡ് കപ്പടിക്കുകയും ചെയ്തു. ഈ വിജയത്തിന്റെ ഖ്യാതിയും അപ്പോഴേക്കും ലോകത്തിൽ ടെലിവിഷൻ ആർജിച്ചു കഴിഞ്ഞിരുന്ന പ്രചുര പ്രചാരവും ചേർന്ന് ക്ലബിനെ യൂറോപ്പിലെ ഏറ്റവും മികച്ച ക്ലബ്ബ് മാത്രമല്ല, ലോകമെമ്പാടുമുള്ള കാൽപന്തുകളി ഭ്രമക്കാർ ബഹുമാനത്തോടു കൂടി കാണുന്ന ഒന്നുകൂടിയാക്കി മാറ്റി. ബേർണബ്യൂ പക്ഷേ അവിടെയും നിർത്തിയില്ല. തൻ്റെ ടീമിനെ അദ്ദേഹം ലോകത്തിൻ്റെ പല കോണുകളിലേക്കും സൗഹൃദ മത്സരങ്ങൾക്ക് വേണ്ടി പറഞ്ഞുവിട്ടു. പണമല്ലായിരുന്നു ആ ടൂറുകളുടെ ലക്ഷ്യം. സ്പെയിനിൽ ഇങ്ങനെ റയൽ മാഡ്രിഡ് എന്നൊരു ക്ലബ്ബ് ഉണ്ടെന്ന് ലോകത്തിലെ ഓരോ സോക്കർ ഭ്രാന്തനെയും അറിയിക്കുക എന്നതുകൂടിയായിരുന്നു. സിവിൽ വാർ കഴിഞ്ഞ ശേഷം സ്പെയിനിൽ ഫ്രാൻസിസ്കോ ഫ്രാങ്കോ അധികാരം പിടിച്ചെടുത്തു. ഫ്രാങ്കോ അധികാരത്തിലെത്തിയ പാടെ ചെയ്തത് സ്പെയിനിലെ പ്രാദേശിക സ്വത്തുങ്ങളിൽ പലതിനെയും തച്ചു തകർക്കുകയാണ്. കാറ്റലൻ, ബാസ്ക്, ഗലീഷ്യൻ സംസ്കാരങ്ങളുടെ ചിഹ്നങ്ങൾ ഉയർത്തുന്നതും ആഘോഷ പ്രകടനങ്ങളുമൊക്കെ ഫ്രാങ്കോ നിരോധിക്കുന്നു. ഫുട്ബോളിൽ പോലും അത്തരത്തിൽ യാതൊരുവിധ സൂചനകളും കടന്നുവരാൻ പാടില്ല എന്ന് അയാൾ ശഠിച്ചു. അതോടെ ക്ലബ്ബുകൾ അത്രയും കാലം അനുഷ്ഠിച്ചു പോന്നിരുന്ന പല ആചാരങ്ങളും അവരുടെ പല സാംസ്കാരിക ചിഹ്നങ്ങളും നിരോധിക്കപ്പെടുന്നു. ബാഴ്സലോണ അവരുടെ ടീം എംബ്ലത്തിൽ ഉണ്ടായിരുന്ന കാറ്റലൻ പതാക നീക്കം ചെയ്യാൻ നിർബന്ധിതമായി. സ്പെയിനിലെ ഔദ്യോഗിക ഭാഷയായ കാസ്റ്റിയാനോ അല്ലാതെയുള്ള ഡയലക്റ്റുകൾക്കൊക്കെയും വിലക്ക് വന്നു. അതാദ്യം ബാധിക്കുന്നത് അത്ലറ്റിക് ഫുട്ബോൾ ക്ലബിനെയാണ്. കാരണം അത്ലറ്റിക് എന്നത് ഒരു ബാസ്ക് വാക്കാണ്. അത് മാറ്റി അവർക്ക് ക്ലബിൻ്റെ പേര് അത്ലറ്റിക്കോ ബിൽബാവോ എന്നാക്കേണ്ടി വന്നു. യൂണിഡാഡ് ഡെ എസ്പാനിയ അഥവാ ഏകീകൃത സ്പെയിൻ എന്ന ഫ്രാങ്കോയുടെ മോട്ടോ അങ്ങനെ ജീവിതത്തിൻ്റെ സകല ശ്രേണികളിലും ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരുന്നു. ഫുട്ബോൾ ടൂർണമെൻറ്റുകൾ പോലും ഗവൺമെൻറ് പ്രൊപ്പഗൻഡകൾക്ക് വേണ്ടി അയാൾ ദുരുപയോഗം ചെയ്തു തുടങ്ങി. ഫ്രാങ്കോ അധികാരത്തിലേറിയ ശേഷം കോപ്പ ഡെൽ റേയുടെ പേര് ഫ്രാങ്കോയുടെ ബഹുമാനാർത്ഥം കോപ്പ ഡെൽ ഹെനറലിസ്മോ എന്നാക്കി മാറ്റി. കോപ്പ ഡെൽ ഹെനറലിസ്മോയുടെ സെമിഫൈനൽ മത്സരത്തിൻ്റെ ആദ്യ പാദത്തിൽ 1943 ബാഴ്സലോണ റയൽ മാഡ്രിഡിനെ 3-0 തോൽപ്പിക്കുന്നു. മാഡ്രിഡിൽ നടക്കാനിരുന്ന രണ്ടാം പാദ മത്സരത്തിന് മുന്നോടിയായി ഫ്രാങ്കോയുടെ അനുയായികളിൽ ഒരാൾ ബാഴ്സ ഡ്രസ്സിംഗ് റൂം സന്ദർശിച്ചിരുന്നു എന്നൊരു അപഖ്യാതി ഉണ്ടായിരുന്നുവെന്ന്. നിങ്ങൾക്കിങ്ങനെ ഫുട്ബോൾ കളിക്കാൻ പറ്റുന്നത് പോലും ഫ്രാങ്കോ ഗവൺമെൻറ്റിൻ്റെ ഔദാര്യം കൊണ്ടാണ് എന്ന് ഒരു മുന്നറിയിപ്പിൻ്റെ ചുവയോടെ തന്നെ അയാൾ പറഞ്ഞു. അതിൻ്റെ ഹാങ് ഓവറിലായിരിക്കണം ആ മത്സരത്തിന് അന്ന് ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോൾ കളിയിലെ സ്കോറും അതിന് സാക്ഷ്യം പറഞ്ഞു. മത്സരം 11-1 റയൽ മാഡ്രിഡ് ജയിച്ചു. ഫ്രാങ്കോയുടെ ഭരണത്തിന് കീഴിൽ കാറ്റലൻ ക്ലബ്ബുകൾക്ക് അന്ന് നേരിടേണ്ടി വന്നിരുന്ന സമ്മർദ്ദത്തിന് തെളിവായി സ്പാനിഷ് ഫുട്ബോൾ ആരാധകർ ഇന്നും ഈ സ്കോർ കാർഡിനെ എടുത്ത് കാണിക്കാറുണ്ട്. ഫ്രാങ്കോ ആയിടെ രൂപീകരിച്ച പുതിയ സ്പോർട്സ് വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഒരു കാര്യം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു. ക്ലബ്ബ് ഏതായാലും അതിൻ്റെ ബോർഡിൽ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികൾ ആവശ്യത്തിന് ഉണ്ടായിരിക്കണം. ഈ സാഹചര്യത്തിൽ കൃത്യമായ രാഷ്ട്രീയം പിന്തുടർന്നിരുന്ന, സാംസ്കാരിക പൈതൃകത്തിൽ ഊറ്റം കൊണ്ടിരുന്ന FC ബാഴ്സലോണയെയും അത്ലറ്റിക്കോ ബിൽബാവോയും പോലുള്ള ക്ലബ്ബുകൾ ധർമ്മസങ്കടത്തിലായി.
സെൻട്രലൈസ്ഡ് സ്പാനിഷ് ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയവുമായി ഒരു തരത്തിലും യോജിച്ചു പോകാൻ പറ്റുന്ന ഒന്നായിരുന്നില്ല അവരുടെ പ്രാദേശിക രാഷ്ട്രീയം. പക്ഷേ റയൽ മാഡ്രിഡിൻ്റെ കാര്യത്തിൽ അത് മറിച്ചായിരുന്നു. അതിൻ്റെ പ്രസിഡന്റ് സാന്റിയാഗോ ബെർണബ്യൂ സിവിൽ വാർ നടക്കുമ്പോൾ സൈന്യത്തിൽ നാഷണലിസ്റ്റ് ഓഫീസർ ആയിരുന്ന ആളാണ്. സൈനിക നേതൃത്വവുമായി വിശേഷ ഫ്രാങ്കോയുമായി അടുത്ത ബന്ധങ്ങളുണ്ടായിരുന്ന ബെർണബ്യൂ പ്രസിഡന്റായി ഇരുന്നത് റയൽ മാഡ്രിഡാണ് സ്പെയിനിൻ്റെ സ്വന്തം ക്ലബ്ബ് എന്നൊരു പ്രതീതി ഉണ്ടാക്കി. ഗവൺമെൻറ് സംവിധാനങ്ങൾ ആ ക്ലബിനെ പരമാവധി പരിപോഷിപ്പിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ശ്രമിച്ചു. റയൽ മാഡ്രിഡിനെയും ഫ്രാങ്കോയും പറ്റി സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചകളിൽ പതിവായിട്ട് കടന്നു വരാറുള്ള മറ്റൊരു പേര് ആൽഫ്രെഡോ ഡി സ്റ്റെഫാനോയുടേതാണ്. ക്ലബിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വിവാദാസ്പദമായ അധ്യായം 1953-ലുണ്ടായ ഡി സ്റ്റെഫാനോയുടെ ട്രാൻസ്ഫറാണ്. അതേപ്പറ്റി പൊതുവെ പറഞ്ഞു കേൾക്കുന്ന ഒരു കഥ എങ്ങനെയാണ്. ഡി സ്റ്റെഫാനോയെ ബാഴ്സ നേരത്തെ തന്നെ സൈൻ ചെയ്തു കഴിഞ്ഞിരുന്നു. അയാൾ ബ്ലോഗ്രാന ജേഴ്സി അണിയാൻ ദിവസങ്ങൾ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അജ്ഞാതമായ ചില കാരണങ്ങൾ കൊണ്ട് ആ ഡീൽ പൊളിഞ്ഞുപോയി. ഡി സ്റ്റെഫാനോ റയൽ മാഡ്രിഡിൽ എത്തുകയും ചെയ്തു. അതിൻ്റെ പിന്നാലെ സ്പാനിഷ് ഫുട്ബോളിനെ ആവേശിക്കുന്നത് പതിറ്റാണ്ടുകൾ പ്രചാരത്തിലിരുന്ന പരശതം ഗൂഢാലോചന സിദ്ധാന്തങ്ങളാണ്. ഡി സ്റ്റെഫാനോയെ റയലിലെത്തിക്കാൻ വേണ്ടി ജനറൽ ഫ്രാങ്കോ നേരിട്ട് ഇടപെട്ടു. അധികാരത്തിൻ്റെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് ബാഴ്സയുമായിട്ടുള്ള ഡീൽ അയാൾ ബ്ലോക്ക് ചെയ്തു. ആ അസാമാന്യ ഫുട്ബോൾ പ്രതിഭയെ തൻ്റെ ഇഷ്ട ക്ലബിലേക്ക് എത്തിച്ചു എന്നൊക്കെ അന്ന് പലരും പറഞ്ഞു പരത്തിയിരുന്നു. ഇതേപ്പറ്റി ഒന്ന് ആഴത്തിൽ റിസർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ കാര്യങ്ങൾ കുറെ കൂടി കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് കാണാം. ഡി സ്റ്റെഫാനോയുടെ റൈറ്റ്സിൻ്റെ കാര്യത്തിൽ അന്ന് ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നു. അർജന്റീനയിലെ റിവർ പ്ലേറ്റ് ആണ് ഡി സ്റ്റെഫാനോയുടെ മദർ ക്ലബ്ബ്. അവരുമായിട്ടാണ് ബാഴ്സ നെഗോസിയേഷൻ നടത്തിയത്. മാഡ്രിഡ് ആവട്ടെ ഓൺ ലോൺ ഡി സ്റ്റെഫാനോ അപ്പോൾ കളിച്ചിരുന്ന മിയോനാരിയോസ് എന്ന കൊളംബിയൻ ക്ലബ്ബുമായിട്ട് നേരിട്ട് ഡീൽ നടത്തിയാണ് ഡി സ്റ്റെഫാനോയെ തങ്ങളുടെ ടീമിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും കാര്യങ്ങൾ വിവാദമായതോടെ ഫിഫ ഇടപെടുന്നു. ഡി സ്റ്റെഫാനോ ഓരോ വർഷം ഇടപെട്ട് 2 ക്ലബ്ബുകൾക്ക് വേണ്ടിയും കളിച്ചോട്ടെ എന്ന തീരുമാനം അറിയിച്ചു. ആദ്യ വർഷം ബാഴ്സലോണയിൽ, 2ാം വർഷം റയൽ മാഡ്രിഡിൽ, വീണ്ടും ഒരു വർഷം ബാഴ്സലോണയിൽ. അങ്ങനെ പോവട്ടെ എന്ന് ഫിഫ അറിയിച്ചു. എന്നാൽ ഈ പരിഹാരം ബാഴ്സയ്ക്ക് സമ്മതമല്ലായിരുന്നു. റയലുമായി അവർ ഒരു ഒത്തുതീർപ്പിലെത്തി. അങ്ങനെ ഡി സ്റ്റെഫാനോ റയൽ മാഡ്രിഡിലേക്ക് എത്തുകയും ചെയ്തു. ജൈൽ സ്ട്രെംലെറ്റ് എന്ന മറ്റൊരു ഫുട്ബോൾ ഹിസ്റ്റോറിയൻ പറഞ്ഞതും ഏറെക്കുറെ ഈ വെർഷനെ സാധൂകരിക്കുന്ന ഒരു കാര്യമാണ്. റയൽ മാഡ്രിഡിന്റെ ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് ഡി സ്റ്റെഫാനോ ഒറ്റയ്ക്കല്ലായിരുന്നു. അതൊരു മൂവർ സംഘമായിരുന്നു. ഫെറൻസ് പുഷ്കാഷ്, ആൽഫ്രെഡോ ഡി സ്റ്റെഫാനോ, ഫ്രാൻസിസ്കോ ഹെൻറ്റോ. ലോക ഫുട്ബോളിന്റെ ചരിത്രത്തിൽ തന്നെ സുവർണ ലിപികളിൽ പേരെഴുതി വച്ചിട്ടുള്ള 3 അധികായർ. അവർ 3 പേരും റയലിലേക്ക് എത്തിപ്പെട്ടതിൻ്റെ ചരിത്രവും ഏറെ രസകരമാണ്. ദ ബ്ലോണ്ട് ആരോ എന്ന് ഫുട്ബോൾ പ്രേമികൾ ചെല്ലപ്പേരിട്ട് വിളിച്ച ഡി സ്റ്റെഫാനോ 1926-ൽ ബ്യൂണസ് ഐരീസിലാണ് ജനിക്കുന്നത്. അർജന്റീനയിലെ വിശാലമായ മൈതാനങ്ങളിൽ തലങ്ങും വിലങ്ങും ഓടിക്കളിച്ചുകൊണ്ടാണ് അയാൾ തൻ്റെ വിഖ്യാതമായ സ്റ്റാമിന വളർത്തിയെടുക്കുന്നത്. തുടക്കം റിവർ പ്ലേറ്റിലായിരുന്നുവെങ്കിലും അവിടെ നിന്ന് ലോണിൽ ഉറക്കനിലേക്ക് എത്തിയപ്പോഴാണ് അയാളുടെ അസാമാന്യമായ കേളി മികവ് പുറത്തു വരുന്നത്. അർജന്റീനയിൽ ഡി സ്റ്റെഫാനോ ജനിച്ച് ഒരു വർഷത്തിനിപ്പുറം 1927-ൽ ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിൽ പുഷ്കാഷ് ജനിക്കുന്നു. 1953-ൽ ഇംഗ്ലണ്ടിനെ വെംബ്ലി സ്റ്റേഡിയത്തിൽ വെച്ച് തോൽപ്പിച്ച് തുന്നം പാടിച്ച, അടുത്ത വർഷം നടന്ന ലോകകപ്പിൽ കിരീടത്തിൽ മുത്തമിടുന്നതിന് തൊട്ടടുത്തുവരെ രാജ്യത്തെ കൊണ്ടുപോയ മാജിക്കൽ മജിയേഴ്സ് എന്ന ഗോൾഡൻ ടീമിൻ്റെ കുന്തമുനയായി പുഷ്കാഷ് പിന്നീട് മാറുന്നു. അങ്ങനെ പുഷ്കാഷ് തൻ്റെ ഫുട്ബോൾ കരിയറിൻ്റെ ടോപ്പിൽ നിൽക്കുന്ന സമയത്ത് ആ ജൈത്രയാത്രയെ ചരിത്രം തടസ്സപ്പെടുത്തുന്നു. 1956-ൽ സോവിയറ്റ് ടാങ്കുകൾ ഹംഗറിയിലേക്ക് ഇരച്ചു കയറിയപ്പോൾ പുഷ്കാഷ് പ്രാണരക്ഷാർത്ഥം സ്പെയിനിലേക്ക് പലായനം ചെയ്യുന്നു. പുഷ്കാഷ് ഇങ്ങനെ ഓടിപ്പോയത് ഹംഗറിയിലെ കമ്മ്യൂണിസ്റ്റ് നിയന്ത്രണത്തിലുള്ള ഫുട്ബോൾ ഫെഡറേഷനെ അന്ന് ചൊടിപ്പിക്കുന്നു. അവർ ഫിഫയ്ക്ക് ഇതിനെതിരെ പരാതി കൊടുക്കുന്നു. അതിനു പിന്നാലെ കരിയറിൽ തൻ്റെ ടോപ്പ് ഫോമിൽ നിന്ന പുഷ്കാഷിനെ അടുത്ത 2 വർഷത്തേക്ക് പ്രൊഫഷണൽ ഫുട്ബോൾ കളിക്കുന്നതിൽ നിന്ന് ഫിഫ വിലക്കുന്നു. അങ്ങനെ ആകെ വിഷാദത്തിലായി, വേണ്ട പോലെ പ്രാക്ടീസ് പോലും ചെയ്യാതെ ഓവർ വെയ്റ്റായി അൺഫിറ്റ് എന്ന് ലേബൽ ചെയ്യപ്പെടുന്നു അന്ന് പുഷ്കാഷ്. 1933-ൽ സ്പെയിനിൻ്റെ വടക്കൻ തീരത്തെ ഒരു കുഞ്ഞു ടൗണിൽ ഫ്രാൻസിസ്കോ ഹെൻഡോയും ജനിക്കുന്നു. കന്റബ്രിയൻ കടൽക്കാറ്റ് എന്ന് ചെല്ലപ്പേരിട്ട് ഫുട്ബോൾ പ്രേമികൾ വിളിച്ചിരുന്ന ഹെൻഡോ പ്രസിദ്ധി ആർജിച്ചത് അയാളുടെ ടെക്നിക്കിൻ്റെ പേരിലായിരുന്നില്ല, വിങ്ങിലൂടെ അയാൾ നടത്തിയിരുന്ന കാറ്റിനെ വെല്ലുന്ന കുതിപ്പുകളുടെ പേരിലായിരുന്നു. ഈ 3 പേരെയും റയലിലേക്ക് എത്തിച്ചതിനു പിന്നിൽ സാന്റിയാഗോ ബെർണബ്യൂ എന്ന ഒരൊറ്റയാളായിരുന്നു. ഗാലക്റ്റിക്കോസ് എന്ന വാക്കൊക്കെ ഉത്ഭവിക്കുന്നതിന് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ബെർണബ്യൂ തൻ്റെ ടീമിൽ ഏറ്റവും മികച്ച കളിക്കാർ മാത്രം മതിയെന്ന് തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. ബെർണബ്യൂവിൻ്റെ ആദ്യത്തെ ഇമ്പോർട്ടായിരുന്ന ഡി സ്റ്റെഫാനോ എന്ന ഒറ്റ പ്ലെയർ തന്നെ കളം നിറഞ്ഞാടി അന്ന് ടീമിന് ഊർജം പകരുന്നുണ്ടായിരുന്നു. പക്ഷേ അയാൾക്ക് വേണ്ട പിന്തുണ കൊടുക്കാൻ ടീമിൽ ആളില്ല എന്ന് ബെർണബ്യൂ തിരിച്ചറിയുന്നു. ആയിടെ ഹംഗറിയിൽ നിന്ന് രക്ഷപ്പെട്ടോടി സ്പെയിനിലേക്ക് എത്തിയ പുഷ്കാഷിൽ അദ്ദേഹം ഡി സ്റ്റെഫാനോയുടെ പെർഫെക്റ്റ് പാർട്ട്ണറെ കണ്ടെത്തുന്നു.
ഹെൻഡോ എന്ന കുപ്പയിലെ മാണിക്യത്തെ കണ്ടെടുത്തതും ബെർണബ്യൂ തന്നെയാണ്. വന്നിറങ്ങിയ ആദ്യ സീസണിൽ ഒരു ഗോൾ പോലും അടിക്കാനാവാതിരുന്ന ഹെൻഡോയുടെ ഭാവിയിൽ സകലരും സംശയം പ്രകടിപ്പിക്കുന്നു. എന്നാൽ അക്കാര്യത്തിൽ ബെർണബ്യൂവിനോ ഡിസ്റ്റഫാനോയ്ക്കോ തരിമ്പും സംശയം ഉണ്ടായിരുന്നില്ല. അവന് നല്ല സ്പീഡുണ്ട്, വെടിയുണ്ട പോലെ പന്ത് തൊടുത്തുവിടാനും അവനറിയാം. അതൊന്നും മാത്രം നമുക്ക് ആരെയും പഠിപ്പിച്ചെടുക്കാനാവില്ല. ബാക്കി അവനറിയാത്തതൊക്കെയും ഞങ്ങൾ പറഞ്ഞു കൊടുത്തോളാം. സ്റ്റെഫാനോ അന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്: 2 വർഷത്തെ ബാനിന്റെ ഇടവേള പകർന്ന ആലസ്യത്തിൽ തനിക്കിനി മൈതാനത്തേക്കൊരു തിരിച്ചുവരവുണ്ട് എന്ന് പുഷ്കാഷിന് പോലും ഉറപ്പുണ്ടായിരുന്നില്ല. ഞാനൊരു പൊണ്ണത്തടിയനായിട്ടുണ്ട് എന്ന് അന്ന് അദ്ദേഹം തമാശയ്ക്ക് പറയുമായിരുന്നു. എന്നാൽ പുഷ്കാഷിന്റെ കാര്യത്തിൽ ബെർണബ്യൂവിന് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. ആരുമറിയാതെ പുഷ്കാഷിനു വേണ്ടി ബെർണബ്യൂ ചരടുവലികൾ നടത്തി. ഒടുവിൽ ഫിഫയെ കൊണ്ട് പുഷ്കാഷിന്റെ ബാൻ നീക്കാൻ വേണ്ട നടപടികളും എടുപ്പിച്ചു. 1958-59 സീസൺ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പായി എല്ലാം ഒത്തുവന്നു. റയൽ മാഡ്രിഡിന്റെ ആവനാഴിയിൽ ലോകത്തിലെ ഏറ്റവും അപകടകാരികളായിട്ടുള്ള മൂവർ സംഘം അതോടെ ആക്രമണ സജ്ജമായി. ഡി സ്റ്റെഫാനോ, പുഷ്കാഷ് ആൻഡ് ഹെൻഡോ. 1960 മെയ് 18 ഗ്ലാസ്ഗോയിലെ ഹാംഡൺ മൈതാനം. യൂറോപ്യൻ ഫൈനൽ കാണാനായി സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞിരുന്ന 1.25 ലക്ഷത്തിൽ പരം വരുന്ന കാണികൾ. കലാശപ്പോര് റയൽ മാഡ്രിഡും ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടും തമ്മിലാണ്. സ്കോട്ടിഷ് ക്ലബായ റേഞ്ചേഴ്സിനെ സെമിയിൽ 2 പാദത്തിലുമായി 12-4 തകർത്തിട്ടുള്ള വരവാണ് ഐൻട്രാക്ട് ടീമിൻ്റേത്. 18-ാം മിനിറ്റിൽ റിച്ചാർഡ് ക്രസ് റയലിന്റെ വല കുലുക്കിയപ്പോൾ ടീം ഒന്ന് പതറിപ്പോകുന്നു. പക്ഷേ ഇങ്ങോട്ട് ഗോൾ വീണ് 10 മിനിറ്റ് തികയും മുമ്പ് ഡി സ്റ്റെഫാനോ തിരിച്ചടിക്കുന്നു. 27-ാം മിനിറ്റിൽ റൈറ്റ് വിങ്ങിൽ നിന്ന് കനാരിയോ പെനാൽറ്റി ബോക്സിലേക്ക് തൊടുത്ത പാസ് ഡി സ്റ്റെഫാനോയുടെ കാലിൽ കുരുങ്ങി നേരെ ഗോൾ പോസ്റ്റിലേക്ക്. 2 മിനിറ്റിനുള്ളിൽ ഡി സ്റ്റെഫാനോ വീണ്ടും സ്കോർ ചെയ്യുന്നു. സ്കോർ 2-1. പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഗോളുകൾ വീണു. അടുത്ത 4 ഗോളുകളും പിറക്കുന്നത് പുഷ്കാഷിന്റെ ബൂട്ടിൽ നിന്ന്. എന്നാൽ 6 ഗോൾ തുടർച്ചയായി വീണിട്ടും ഐൻട്രാക്ട് കീഴടങ്ങാൻ തയ്യാറായിരുന്നില്ല. സ്റ്റെയിൻ നേടിയ ഗോളിൽ അവർ സ്കോർ 6-2 ആക്കുന്നു. അതിന് പിന്നാലെ ഡി സ്റ്റെഫാനോ തന്റെ ഹാട്രിക് പൂർത്തിയാക്കുന്നു. അവസാന നിമിഷങ്ങളിൽ സ്റ്റെയിൻ തന്നെ ഒരു ഗോൾ കൂടി മടക്കിയതോടെ ഫൈനൽ സ്കോർ 7-3 ആകുന്നു. ദ ടൈംസ് പത്രം അന്ന് മത്സരത്തെ വിളിച്ചത് യൂറോപ്യൻ കപ്പ് ഫൈനൽ ഓഫ് ഹൈ ആർട്ടിസ്ട്രി എന്നാണ്. വേൾഡ് സോക്കർ മാസിക 20-ാം നൂറ്റാണ്ടിൽ നടന്ന മികച്ച മത്സരങ്ങളുടെ പട്ടികയിൽ ഈ മത്സരത്തെ 3-ാം സ്ഥാനത്ത് പ്രദർശിച്ചു. അത് റയൽ മാഡ്രിഡിന്റെ തുടർച്ചയായ 5-ാം യൂറോപ്യൻ കപ്പ് നേട്ടമായിരുന്നു. പിന്നീട് ഇന്നുവരെ ഒരു ക്ലബ്ബും ഭേദിച്ചിട്ടില്ലാത്ത ഒരു റെക്കോർഡ്. ആ നേട്ടങ്ങളുടെ എല്ലാം ഊർജ്ജകേന്ദ്രം അവരുടെ പ്രതിഭാശാലിയായിട്ടുള്ള പ്രസിഡന്റ് സാന്റിയാഗോ ബെർണബ്യൂ തന്നെയായിരുന്നു. അദ്ദേഹം കെട്ടിപ്പടുത്തത് വെറുമൊരു ഫുട്ബോൾ ടീമല്ലായിരുന്നു, ഒരു വികാരം തന്നെയായിരുന്നു. അദ്ദേഹം ക്ലബിന്റെ അമരത്തിരുന്നത് 1-2 വർഷമല്ല, നീണ്ട 35 വർഷക്കാലമാണ്. പലപ്പോഴും അദ്ദേഹം കൈക്കൊണ്ട തീരുമാനങ്ങൾ കേട്ടുകേൾവി ഇല്ലാത്തവയായിരുന്നു. പലരും ആദ്യം മുഖം ചുളിച്ചുവെങ്കിലും അധികം വൈകാതെ ആ തീരുമാനങ്ങളൊക്കെ ഫലിക്കുന്നത് കണ്ട അവർ തന്നെ അത്ഭുതം കൂറുകയും ചെയ്തു. ബെർണബ്യൂ പ്രസിഡന്റ് ആയിരിക്കെ റയൽ മാഡ്രിഡിന് ഉണ്ടായിട്ടുള്ളത് ചില്ലറ നേട്ടങ്ങളൊന്നുമല്ല. ഒരു ഇന്റർ കോണ്ടിനെന്റൽ കപ്പ്, 6 യൂറോപ്യൻ കപ്പുകൾ, 16 ലാ ലീഗ കിരീടങ്ങൾ, 6 സ്പാനിഷ് കപ്പുകൾ, 2 ലാറ്റിൻ കപ്പുകൾ, ഒരു കോപ്പ ഡുവട്ടെ എന്നിങ്ങനെ നീണ്ടു ബെർണബ്യൂവിന്റെ നേട്ടങ്ങൾ. ലാ ക്വിൻറ്റ ഡെൽ ബോയിട്രെ തൻ്റെ ഒരു ലേഖനത്തിലെ പരാമർശത്തിലൂടെ അങ്ങനെയൊരു പ്രയോഗം ഫുട്ബോൾ ലോകത്തിന് സംഭാവന ചെയ്തത് സ്പാനിഷ് സ്പോർട്സ് ജേർണലിസ്റ്റായ ഹൂലിയോ സേസാർ ഇഗ്ലേഷ്യസ് ആണ്. ലാ ഫാബ്രിക്ക എന്ന റയൽ മാഡ്രിഡ് അക്കാഡമി വളർത്തിക്കൊണ്ടുവന്ന 5 സ്വദേശി യുവ ഫുട്ബോളർമാരെ ചേർത്തു പറയുന്ന പേരാണത്. കഴുകൻ സംഘം എന്ന് ഏകദേശ മലയാളം. അങ്ങനെയൊരു വിളിപ്പേര് വന്നത് അക്കൂട്ടത്തിൽ ഏറ്റവും കരിസ്മാറ്റിക് ആയിട്ടുള്ള കളിക്കാരനായ എമിലിയോ ബൂട്രാഗെന്യോ കാരണവും. എൽ ബുയിട്രെ അഥവാ കഴുകൻ എന്നായിരുന്നു എമിലിയോ അന്ന് അറിയപ്പെട്ടിരുന്നത്. ആ 5-അംഗ സംഘത്തിലെ ബാക്കി 4 പേർ മനാലോ സാൻചേസ്, റാഫേൽ മാർട്ടിൻ വാസ്കസ്, മിച്ചൽ, മിഗേൽ പർദത്ത എന്നിവരായിരുന്നു. ഈ ലേഖനം ശ്രദ്ധിക്കപ്പെട്ടതോടെ കോച്ച് ആൽഫ്രെഡോ ഡി സ്റ്റെഫാനോ അവരെ വിളിച്ചു വരുത്തി. അവർ 5 പേരും പുലർത്തിയിരുന്ന അസാമാന്യമായ കേളി മികവ് തിരിച്ചറിയുന്ന അദ്ദേഹം അവരെ സീനിയർ ടീമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടത് ചെയ്തു. ലാ ക്വിൻറ്റ ഡെൽ ബുയിട്രെ കളം നിറഞ്ഞാടിയ 80കളുടെ ഉത്തരാർദ്ധത്തിൽ റയൽ മാഡ്രിഡ് സ്പെയിനിലും യൂറോപ്പിലും തങ്ങളുടെ അപ്രമാദിത്വം നിലനിർത്തി. അവരുടെ സവിശേഷമായ ശൈലി 80കളുടെ അവസാനത്തിലും 90കളുടെ ആദ്യ പകുതിയിലും റയൽ മാഡ്രിഡിന്റെ മുഖമുദ്രയായി മാറി. ലൂയിസ് മലോണി, ലിയോ ബെൻ ഹക്കർ, ജോൺ തോഷാക്ക് എന്നീ കോച്ചുകൾക്ക് കീഴിൽ റയൽ മാഡ്രിഡ് അതിന്റെ ഹൈ ടെമ്പോയ്ക്ക് പ്രസിദ്ധി ആർജിച്ചു. ടെക്നിക്കലി ഗിഫ്റ്റഡ് ആയിട്ടുള്ള വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു കളിയായിരുന്നു അവരുടേത്. അവർ ഇറങ്ങിയപ്പോഴൊക്കെ സാന്റിയാഗോ ബെർണബ്യൂ സ്റ്റേഡിയം ഒരു യുദ്ധക്കളമായി മാറി. അസാമാന്യമായ പോരാട്ട വീര്യത്തോടെ അവർ എതിർ ഗോൾ പോസ്റ്റ് ലക്ഷ്യമിട്ട് പന്തുമായി തുടരെ ആർത്തലച്ചു ചെന്നു. പ്രതിരോധം എന്ന പദം അവരുടെ നിഘണ്ടുവിൽ പോലും ഇല്ലായിരുന്നു. ഒന്നിന് പിന്നാലെ ഒന്നായി നിരന്തരം അറ്റാക്കുകൾ മാത്രം.
ഈ കഴുകൻ സംഘത്തിൻ്റെ വീറിൽ റയൽ മാഡ്രിഡ് ടീം തന്നെ ഒരു അറ്റാക്കിംഗ് മെഷീനായി പരിണമിച്ച കാലം. 1986 മുതൽ 90 വരെയുള്ള കാലത്ത് തുടർച്ചയായി 5 ലാലിഗ കിരീടങ്ങൾ കൂടി റയൽ സ്വന്തമാക്കുന്നു. എന്നിട്ടും റയലിന് അവരുടെ സ്വപ്ന കിരീടത്തിൽ മുത്തമിടാൻ മാത്രം സാധിച്ചില്ല. യൂറോപ്യൻ കപ്പ് പ്രാണൻ കൊടുത്തും അവർ നേടാൻ ആഗ്രഹിച്ച ട്രോഫി അതുമാത്രം അവരിൽ നിന്ന് അകന്നകന്നു നിന്നു. റയൽ മാഡ്രിഡിന്റെ ചരിത്രത്തിലെ വിസ്മരിക്കാനാവാത്ത അടുത്ത പേര് ഫ്ലോറന്റിനോ പെരസിൻ്റെതാണ്. 1951 4-ാം വയസ്സിൽ തൻ്റെ ജീവിതത്തിൽ ആദ്യമായി സ്റ്റേഡിയത്തിലെത്തുമ്പോൾ റെയിലിങ്ങിനേക്കാൾ ഒരല്പം ഉയരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പെരസിന്. സ്റ്റേഡിയത്തിലെ തിക്കിനും തിരക്കിനും ആവേശത്തിനുമിടയിൽ ഗാലറിയിലെ കോൺക്രീറ്റ് പടിയിൽ തെന്നി വീണ് ആ കൊച്ചുപയ്യൻ്റെ ചുണ്ടുമുറിഞ്ഞ് ചോര വരുന്നു. മുഖത്തും ദേഹത്തുമെല്ലാം ചോരമയം. അവൻ്റെ ചുണ്ടത്ത് അന്ന് കെട്ടുന്ന വടു പിന്നെ മാറുന്നില്ല. പിന്നീട് എന്നും അത് ചൂണ്ടിക്കാണിച്ച് നേരിയൊരു ചിരിയോടെ പെരസ് പറയുമായിരുന്നു, വാർ വൂണ്ട് ഫ്രം ദി സ്റ്റേഡിയം. കുഞ്ഞുനാളിൽ പിണഞ്ഞ ആ അപകടം പക്ഷേ ഫുട്ബോൾ സ്റ്റേഡിയങ്ങളോടും ഫുട്ബോളിനോടുമുള്ള ആ പിഞ്ചുബാലൻ്റെ ആജീവനാന്ത പ്രണയത്തിൻ്റെ ആരംഭം മാത്രമായിരുന്നു. ആ പയ്യൻ വളർന്നു വലുതായപ്പോൾ പേരുണ്ടാക്കിയത് കളിക്കളത്തിനുള്ളിലല്ല പുറത്താണ് എന്ന് മാത്രം. സ്പെയിനിൽ സാന്റിയാഗോ ബെർണബ്യൂ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും ജനകീയനായ റയൽ മാഡ്രിഡ് പ്രസിഡന്റ് ആയിരുന്നു പാപ്പ പെരസ് എന്ന ഫ്ലോറന്റിനോ പെരസ്. 2000 ജൂലൈ മാസം ബെർണബ്യൂ സ്റ്റേഡിയം പുതിയൊരു അധ്യായത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. 5 വർഷം മുമ്പ് ഒരിക്കൽ മത്സരിച്ചു പരാജയപ്പെട്ട ശേഷം ഫ്ലോറന്റിനോ പെരസ് ക്ലബിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നു. ലാ ക്വിൻറ്റ ഡെൽ ബ്യൂട്രെ എന്ന പവർ ഹൗസിന്റെ ലെഗസിയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ക്ലബ്ബ് കുതിക്കാൻ തുടങ്ങിയിട്ട് അപ്പോഴേക്ക് വർഷങ്ങൾ കഴിഞ്ഞിരുന്നു. 1998 32 വർഷത്തിന് ശേഷം അവർ ആദ്യമായി ചാമ്പ്യൻസ് ലീഗ് ട്രോഫിയിൽ മുത്തമിട്ടിരുന്നു. പെരസ് പ്രസിഡന്റ് ആവുന്നതിന് 2 മാസം മുമ്പ് ഡെൽ ബോസ്കെയ്ക്ക് കീഴിൽ അവർ അവരുടെ 8ാമത് യൂറോപ്യൻ ടൈറ്റിലും നേടിയിരുന്നു. പക്ഷേ ഈ 90കൾ എന്ന് പറയുന്നത് ക്ലബിന് പെർഫോമൻസ് വൈസ് ഒട്ടും ശുഭകരമായിരുന്നില്ല. ക്രൈഫിന്റെ ബാഴ്സലോണ അവരെ എല്ലായിടത്തും മറികടന്നുകൊണ്ടേയിരുന്നു. ഇടയ്ക്കിടയ്ക്കൊന്ന് ആളി കത്തുമെങ്കിലും റയൽ മാഡ്രിഡ് ഒട്ടും കൺസിസ്റ്റൻസി ഇല്ലാതെ ബുദ്ധിമുട്ടുന്നു. ക്ലബിന്റെ സാമ്പത്തിക അവസ്ഥയും വല്ലാതെ പരുങ്ങലിലാകുന്നു. പക്ഷേ പെരസിന്റെ നിശ്ചയദാർഢ്യം അചഞ്ചലമായിരുന്നു. ബാഴ്സയുടെ മിന്നും താരം ലൂയിസ് ഫിഗോയെ മാഡ്രിഡിലേക്ക് കൊണ്ടുവരും എന്ന വമ്പൻ വാഗ്ദാനം നൽകിക്കൊണ്ട് അദ്ദേഹം ആദ്യത്തെ വെടിപൊട്ടിക്കുന്നു. ആ വാഗ്ദാനം നടപ്പുള്ള കേസാണെന്ന് ക്ലബിൽ ആർക്കും തന്നെ അന്ന് തോന്നുന്നില്ല. പക്ഷേ പെരസ് വാക്കുപാലിക്കുന്നു. ഫിഗോ റയൽ മാഡ്രിഡിന്റെ ജേഴ്സി അണിയുകയും ചെയ്യുന്നു. അത് അക്ഷരാർത്ഥത്തിൽ പുതിയൊരു യുഗത്തിന്റെ പിറവിയായിരുന്നു. ഫുട്ബോൾ ലോകത്തെ അസാമാന്യരായിട്ടുള്ള കളിക്കാർ ഒന്നിനു പിന്നാലെ ഒന്നായി റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറിയ ഒരു സുവർണ യുഗം. ലോകം അതിനെ പിന്നീട് ഗാലക്റ്റിക്കോസ് എന്ന് പേരിട്ട് വിളിച്ചു. സിദാനേസ് ഈ പവോനേസ് എന്നാണ് ഈ മോഡൽ ആദ്യം അറിയപ്പെട്ടത്. അതായത് സിദാനെ പോലുള്ള താരങ്ങൾ അക്കാഡമിയിൽ നിന്ന് വളർന്നു വരുന്ന യുവതാരങ്ങൾക്കൊപ്പം കളിക്കുന്ന ഒരവസ്ഥ എന്ന്. 77.5 മില്യൺ പൗണ്ട് എന്ന അന്നുവരെ കേട്ടിട്ടില്ലാത്ത റെക്കോർഡ് തുകയ്ക്ക് 2001 പെരേസ് യുവന്റസിൽ നിന്ന് സിദാനെ റയലിന് വേണ്ടി സൈൻ ചെയ്യുന്നു. അടുത്ത വർഷം റൊണാൾഡോയും എത്തുന്നു. അതിനടുത്ത വർഷം ഡേവിഡ് ബെക്കാം എത്തുന്നു. തൊട്ടടുത്ത വർഷം മൈക്കൽ ഓവനും വരുന്നു. ഒടുവിൽ 2005 റോബിനോയും ടീമിന്റെ ഭാഗമാകുന്നു. ഓഫ് ദ പിച്ച് സിദാനേസ് ഈ പവനേസ് പോളിസി ഒരു ഫുട്ബോളിംഗ് സ്ട്രാറ്റജി എന്നതിലുപരി ഒരു ബിസിനസ് റെവല്യൂഷൻ കൂടി ആയിരുന്നു. ക്ലബിന്റെ ബ്രാൻഡ് വാല്യൂവിൽ ഒരു വിസ്ഫോടനം തന്നെ അതുണ്ടാക്കുന്നു. വിശേഷിച്ചും ഏഷ്യയിൽ ഈ ക്ലബിന്റെ ഫാൻ ബേസ് കുത്തനെ ഉയരുന്നു. മെർച്ചൻഡൈസ് ചൂടപ്പം പോലെ വിറ്റഴിയുന്നു. ബ്രോഡ്കാസ്റ്റ് ഡീലുകൾ, സ്പോൺസർഷിപ്പുകൾ, ആഗോള ടൂറുകൾ, അങ്ങനെ പല വഴിക്കും ക്ലബിന്റെ വരുമാനം കുമിഞ്ഞുകൂടുന്നു. കളിക്കളത്തിനുള്ളിൽ റയൽ മാഡ്രിഡിന്റെ പ്രകടനങ്ങൾ പലപ്പോഴും വിജയത്തിലെത്താതെ പോയിരുന്നുവെങ്കിലും ക്ലബ്ബ് മാർക്കറ്റിൽ വമ്പൻ കുതിപ്പുകൾ തുടർന്നു പോകുന്നു. ഗലക്റ്റിക്കോ യുഗത്തിന്റെ പ്രാരംഭ വർഷങ്ങളിൽ എല്ലാം സുഗമമായി തന്നെ നടന്നുകൊണ്ടിരുന്നു. വിസന്റ് ഡെൽ ബോസ്കോയുടെ പരിശീലനത്തിനു കീഴിൽ അവർ യൂറോപ്പിലെ ആരും ഭയക്കുന്ന ടീമായിട്ട് മാറുന്നു. എൻ്റെ കാലത്ത് ബാഴ്സലോണയ്ക്ക് ആഘോഷിക്കാൻ കിട്ടിയിരുന്നത് അവരുടെ ക്ലബിൻ്റെ വാർഷികം മാത്രമായിരുന്നു എന്ന് പിന്നീട് ഡെൽ ബോസ്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ വിജയപ്രതീതിക്കും ആഘോഷങ്ങൾക്കുമിടയിൽ ക്ലബിൽ പ്രശ്നങ്ങൾ പലതും ഉരുണ്ടു കൂടുന്നുണ്ടായിരുന്നു. 2003 ലാലിഗ കിരീടം നേടിയതിന് തൊട്ടു പിന്നാലെ 2 ചാമ്പ്യൻസ് ലീഗ് ട്രോഫിയും 2 ലീഗ് ചാമ്പ്യൻഷിപ്പ് കിരീടങ്ങളും ക്ലബിന് സമ്മാനിച്ച സൂപ്പർ കോച്ചായ വിസന്റ് ഡെൽ ബോസ്കോയെ പുറത്താക്കി പ്രസിഡന്റ് പെരസ് ആദ്യത്തെ ഷോക്ക് നൽകുന്നു. അതിനു പിന്നാലെ ക്ലബ് ക്യാപ്റ്റൻ ഫെർണാണ്ടോ ഏറോ അടക്കം നിരവധി താരങ്ങൾ അന്ന് ക്ലബ്ബ് വിട്ടുപോകുന്നു. തുച്ഛമായ ശമ്പളത്തിൽ പ്രതിഷേധിച്ച് മിഡ്ഫീൽഡർ ക്ലോഡ് മെക്കലേലെ പ്രാക്ടീസിന് വരാൻ വിസമ്മതിക്കുന്നു. ഒടുവിൽ അയാൾ ചെൽസിയിലേക്ക് പോവുകയും ചെയ്യുന്നു. റൗളിന്റെ കാലത്തെ കളിക്കാർക്ക് ശേഷം ലാ ഫാബ്രിക് അക്കാഡമിയിൽ നിന്ന് വളരെ മികച്ച കളിക്കാരൊന്നും തന്നെ പുറത്തു വന്നിരുന്നില്ല, ഒരു ലെജൻഡറി പ്ലെയർ ഒഴികെ, ഈക്കർ കസിയാസ്. 2002 ഗ്ലാസ്ഗോയിലെ ഹാംപ്ടൺ പാർക്ക് സ്റ്റേഡിയത്തിൽ ബയർ ലെവർകൂസനെതിരെ നടക്കുന്ന ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ 22 മിനിറ്റ് സമയം അവശേഷിക്കെ
ടീമിന്റെ 1-ാം നമ്പർ ഗോൾ കീപ്പർ സെസാർ സാഞ്ചേസ് പരിക്കുപറ്റി പുറത്തു പോകുന്നു. അതുവരെ റിസർവ് ബെഞ്ചിലിരുന്ന 20-കാരൻ കസിയാസിന് അപ്രതീക്ഷിതമായി റയലിന്റെ വല കാക്കാനുള്ള നിയോഗമുണ്ടാവുന്നു. ശേഷം നടന്നത് ചരിത്രത്തിന്റെ ഭാഗമാണ്. ആകെ കിട്ടിയ 22 മിനിറ്റിൽ ഒന്നിനു പിന്നാലെ ഒന്നായി കസിയാസ് നടത്തിയ നെടുങ്കൻ സേവുകൾ, അയാളിൽ നിന്നുണ്ടായ അവിശ്വസനീയമായ റിഫ്ലക്സുകൾ, പൊസിഷനിങ്, അസാമാന്യമായ ധൈര്യം, ഇതൊക്കെയും കണ്ട റയൽ ആരാധകർക്ക് അന്ന് പുതിയൊരു ഹീറോയെ കിട്ടുന്നു. അന്ന് രാത്രിയിലെ പ്രകടനം കണ്ട ആരാധകർ കസിയാസിനെ സോവിയറ്റ് ഇതിഹാസം ലയേഫ് യാഷിനുമായി പോലും താരതമ്യം ചെയ്യുന്നു. ബയർ ലെവർകൂസനെ 2-1 തോൽപ്പിച്ചുകൊണ്ട് റയൽ മാഡ്രിഡ് അന്ന് തങ്ങളുടെ 9ാം ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടുകയും ചെയ്യുന്നു. സമയത്തിന്റെ കളികൾ പലപ്പോഴും വിചിത്രമാണ്. ഗ്ലാസ്ഗോയിലെ ആ വിജയരാവിന് 12 കൊല്ലം ഇപ്പുറം ഇക്കർ കസിയാസിന്റെ ജീവിതത്തിൽ അയാൾക്ക് ഒരിക്കലും മറക്കാനാവാത്ത ആ ദിവസം വരുന്നു. അത്ലറ്റിക്കോ റയൽ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ. കസിയാസ് എന്ന വിശ്വസ്തനായ ഗോൾ കീപ്പറിൽ നിന്ന് റയൽ ആരാധകർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പിഴവ് സംഭവിക്കുന്നു. മത്സരത്തിന്റെ 36-ാം മിനിറ്റിൽ അത്ലറ്റിക്കോയുടെ റൈറ്റ് വിംഗ് ബാക്ക് ഫ്രാന്റെ തലയിൽ നിന്ന് പുറപ്പെട്ട ഒരു ഹൈ ഹെഡർ ക്ലിയർ ചെയ്യാൻ വേണ്ടി കസിയാസ് അതുവരെ സുരക്ഷിതമായി കാത്തുകൊണ്ടിരുന്ന ഗോൾ ലൈൻ വിട്ട് മുന്നോട്ട് കുതിച്ചു ചെല്ലുന്നു. എന്നാൽ ആ പന്തിന്റെ കാര്യത്തിൽ അയാളുടെ കണക്കുകൂട്ടൽ ചെറുതായൊന്ന് പിഴച്ചു പോകുന്നു. ഫ്രാന്റെ ഹെഡർ കൃത്യമായി ചെന്ന് കണക്റ്റ് ആവുന്നത് അത്ലറ്റിക്കോയുടെ സെൻട്രൽ ബാക്ക് ആയിട്ടുള്ള ഡീഗോ ഗോഡിന്റെ തലയിലാണ്. മുന്നോട്ട് പോയ അതേ മൂച്ചിൽ കസിയാസ് തിരികെ ഗോൾ വല കാക്കാൻ കുതിച്ചു വന്നുവെങ്കിലും അപ്പോഴേക്കും ഏറെ വൈകിപ്പോയിരുന്നു. വലയ്ക്കുള്ളിലേക്ക് ഡൈവ് ചെയ്ത് അയാൾ തട്ടിയകറ്റിയ പന്ത് പക്ഷേ പുറത്തേക്ക് എത്തുന്നില്ല. റഫറിയുടെ നീളൻ വിസിൽ അവിടെ മുഴങ്ങുന്നു. അത്ലറ്റിക്കോ 1, റയൽ മാഡ്രിഡ് 0. ആ മത്സരത്തിന്റെ സെക്കൻഡ് ഹാഫ് മുഴുവൻ കസിയാസ് ചെലവിടുന്നത് മുന്നോട്ട് കുതിക്കാൻ തോന്നിയ ആ നിമിഷത്തെ പഴിച്ചുകൊണ്ടാണ്, മനസ്സിൽ ആ നിമിഷത്തെ വീണ്ടും വീണ്ടും റീപ്ലേ ചെയ്തുകൊണ്ടാണ് എന്ന് ഇടയ്ക്കിടെ സ്ക്രീനിൽ തെളിഞ്ഞ ആ മുഖം എല്ലാവരെയും ഓർമ്മിപ്പിച്ചു. ഇനി പറയാൻ പോകുന്നത് എല്ലാ റയൽ മാഡ്രിഡ് ആരാധകരുടെയും ഹൃദയങ്ങളിൽ സ്വർണ്ണലിപികളിൽ ആലേഖനം ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന്റെ രോമാഞ്ചം ഏറ്റുവാങ്ങിയിട്ടില്ലാത്ത ഒരു റയൽ മാഡ്രിഡ് ആരാധകനും ഈ ലോകത്തുണ്ടാകും എന്ന് തോന്നുന്നില്ല. ആഡഡ് ടൈം ക്ലോക്കിന്റെ മിടിപ്പിലേക്ക് നോക്കി നെഞ്ചിടിപ്പോടെ നിൽക്കുകയാണ് റയൽ ആരാധകർ. സമയം 92 മിനിറ്റ്. റയലിന് അനുകൂലമായി ഒരു കോർണർ കിട്ടുന്നു. കിക്ക് എടുക്കാൻ വേണ്ടി ലൂക്ക മോഡ്രിച്ച് ഓടിച്ചെല്ലുന്നു. പിന്നീട് ലൂക്ക മോഡ്രിച്ച് ഈ കോർണർ കിക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, ക്രിസ്ത്യാനോ, ബെയിൽ, വറാൻ എന്നിങ്ങനെ ഉയരക്കൂടുതലുള്ള നിരവധി താരങ്ങൾ ബോക്സിൽ പന്തും കാത്ത് നിന്നിട്ടും താൻ സെർജിയോ റാമോസിന്റെ തല ഒന്നു മാത്രം ലക്ഷ്യം വെച്ചാണ് പന്തടിച്ചത് എന്നാണ്. ആ പന്ത് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അയാൾക്ക് അത്രയ്ക്ക് നിശ്ചയമുണ്ടായിരുന്നു. സമയം 92 മിനിറ്റ് കഴിഞ്ഞ് 48 സെക്കൻഡ്. ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ റാമോസിന്റെ കുതിപ്പ്. ഗോൾ പോസ്റ്റിന്റെ ഇടത്തെ മൂല ലക്ഷ്യമിട്ട് എന്ന പന്ത് വല കുലുക്കുന്നു. സ്കോർ 1-1. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ആ കളി കണ്ടുകൊണ്ടിരുന്ന ഓരോ റയൽ മാഡ്രിഡ് ആരാധകരും, നിഷ്പക്ഷരായിട്ടുള്ള കാണികൾക്ക് പോലും ഇനി അവിടെ നടക്കാനിരിക്കുന്നത് എന്ത് എന്ന് നല്ല നിശ്ചയമുണ്ടായിരുന്നു. ഗാരിത്ത് ബെയിലിന്റെ ഹെഡ്, മാർസലോയുടെ സോളോ റൺ, ഒടുവിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പെനാൽറ്റി. 120-ാം മിനിറ്റിൽ റഫറിയുടെ അന്തിമ വിസിൽ മുഴങ്ങിയപ്പോൾ ഫൈനൽ സ്കോർ റയൽ 4, അത്ലറ്റിക്കോ 1. റയൽ വീണ്ടും കളിക്കളം അടയ്ക്കുവാനിരിക്കുന്നു. ലാ ഡെസീമ, അവരുടെ 10ാം യൂറോപ്യൻ കിരീടം. 12 വർഷത്തെ ക്ഷാമത്തിന് ഒരു അറുതി വന്നിരിക്കുന്നു. റയൽ മാഡ്രിഡിലെ തന്റെ 2ാം ഊഴത്തിൽ ഫ്ലോറന്റിനോ പെരസ് നടപ്പിലാക്കിയത് ഫുട്ബോളിലെ നേട്ടങ്ങൾ മാത്രമായിരുന്നില്ല, ഒരു കോർപ്പറേറ്റ് സ്ട്രാറ്റജി കൂടിയായിരുന്നു. ഒരു ബിസിനസ്സിലെ സിഇഒ തന്റെ ഗ്ലോബൽ ബ്രാൻഡ് ബിൽഡ് ചെയ്തെടുക്കും പോലെയാണ് അദ്ദേഹം ആ ക്ലബിനെ സമീപിച്ചത്. പെരേസ് അന്ന് ക്ലബിന്റെ ജേഴ്സി അണിയിച്ചത് ചില്ലറക്കാരെയല്ല. കാക്ക, ബെൻസീമ, ഹിഗ്വൈൻ, ഓസിൽ, ചാബി അലോൺസോ, ലൂക്ക മോഡ്രിച്ച്, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിങ്ങനെ പലരെയും അദ്ദേഹം ആ ക്ലബിലേക്ക് കൊണ്ടുവന്നു. ഏറ്റവും ഒടുവിലായി തക്കം പാർത്തിരുന്ന പെരേസ് ഇന്റർ മിലാനുമായി ഇടഞ്ഞു നിന്ന മൗറിഞ്ഞോയെ ടീം മാനേജറായിട്ടും സൈൻ ചെയ്തു. അടുത്ത സീസണിൽ റെക്കോർഡ് 100 പോയിന്റ് നേട്ടത്തോടെ ലാ ലീഗ കിരീടം റയൽ മാഡ്രിഡ് നേടുന്നു. പക്ഷേ ചാമ്പ്യൻസ് ലീഗ് സ്വപ്നം മാത്രം അപ്പോഴും കയ്യെത്താ ദൂരത്ത് തുടർന്നു പോയി. എന്നാലും മൗറിഞ്ഞോ ചെയ്ത 3 കാര്യങ്ങൾ ടീമിനെ മാറ്റിമറിച്ചു. വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം അദ്ദേഹം ടീമിന് കോപ്പ ഡെൽ റേ നേടിക്കൊടുത്തു. ടീമിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ വഹിച്ചിരുന്ന റോളിനെയും അദ്ദേഹം പൊളിച്ചു പണിയുന്നു. അതുവരെ ഇടത്തെ വിങ്ങിലൂടെ മാത്രം കുതിച്ചു പാഞ്ഞുകൊണ്ടിരുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയെ ശത്രുവിന്റെ പ്രതിരോധത്തിലൂടെ തുളച്ചു കയറി നിരന്തരം ഗോളടിക്കുന്ന ഒരു യന്ത്രമാക്കി മാറ്റിയത് മൗറിഞ്ഞോയുടെ ബുദ്ധിയാണ്. മൗറിഞ്ഞോയ്ക്ക് കീഴിൽ റയൽ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് മെഷീനായിട്ട് അന്ന് മാറുന്നു. പക്ഷേ പെരേസ് എന്ന കോർപ്പറേറ്റ് ചിന്താഗതിക്കാരന്റെ തീരുമാനങ്ങൾ പലപ്പോഴും സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പ്രയാസമായിരുന്നു. 2013 സീസണിലെ യുഎഫ ചാമ്പ്യൻസ് ലീഗ് സെമിയിൽ ബൊറൂസിയ ഡോട്ട്മണ്ടിനെതിരെ തോറ്റ് ടീം പുറത്തായതിന് പിന്നാലെ പെരേസ് മൗറിഞ്ഞോയെ പുറത്താക്കുന്നു. ടീമിലെ ഏറ്റവും നല്ല കളിക്കാരിൽ ഒരാളായിരുന്ന ഓസിലിനെ വിറ്റുകളയുന്നു.
ഗാരത്ത് ബെയിലിന് വേണ്ടി വലിയൊരു തുക തന്നെ അന്ന് ചെലവാക്കുന്നു. മാധ്യമങ്ങൾ അന്ന് അതിനെ സെല്ലിംഗ് എ ഹൗസ് ടു ബൈ എ ഫെറാറി എന്ന് പരിഹസിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതിനു പിന്നാലെ കോച്ചായി കാർലോ ആൻചലോട്ടി വന്നിറങ്ങിയതോടെ ക്ലബിന്റെ തലവര വീണ്ടും മാറുന്നു. അതുവരെ വേറിട്ട് ചേരാതെ കിടന്നിരുന്ന ജിക്സോ പസിലിന്റെ പീസുകൾ ഒന്നൊന്നായി ആൻചലോട്ടി ചേർത്തു വെച്ചപ്പോൾ ടീം അതിന്റെ ഫോം വീണ്ടെടുത്തു. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ റയൽ മാഡ്രിഡ് അതിന്റെ 10ാം ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടുകയും ചെയ്തു. എന്നാൽ പെരസിന്റെ കോർപ്പറേറ്റ് രീതികൾ വീണ്ടും തുടർന്നുപോയി. വൈകാരികത തെല്ലുമേശാത്ത തീരുമാനങ്ങൾ പലതും അയാളിൽ നിന്നുണ്ടായി. ലെജൻഡറി പ്ലേയേഴ്സിൽ പലരെയും ക്ലബ്ബ് അന്ന് വിറ്റഴിക്കുന്നുണ്ട്. പകരം കളിക്കാരെ കൊണ്ടുവരികയും ചെയ്തു. ഇക്കർ കസിയസിനെ പോലെ വർഷങ്ങളോളം ക്ലബിനു വേണ്ടി കളിച്ച പല സീനിയർ താരങ്ങളും ക്ലബ്ബ് വിട്ട് ഇറങ്ങുന്നത് പ്രസ് കോൺഫറൻസുകളിൽ തനിച്ചിരുന്ന് കണ്ണീർ വാർത്തുകൊണ്ടാണ്. അപ്പുറത്ത് ബാഴ്സലോണ തങ്ങളുടെ പ്രിയ താരം ഷാവി ഹെർണാണ്ടസിനെ സ്റ്റേഡിയം നിറച്ച ആളെ വിളിച്ചുകൂട്ടി ഗംഭീരമായ യാത്രയപ്പ് നൽകി പറഞ്ഞയക്കുമ്പോഴാണ് ഇവിടെ റയൽ മാനേജ്മെന്റ് തങ്ങളുടെ താരങ്ങളെ അപമാനിതരാക്കി പറഞ്ഞു വിട്ടത് എന്നോർക്കണം. കസിയസിന് പകരം ഗോൾവല കാക്കാൻ എത്തിയത് കെയ്ലർ നവാസ് ആയിരുന്നു. എന്നാൽ തുടർച്ചയായി 3 ചാമ്പ്യൻസ് ലീഗ് കിരീട നേട്ടങ്ങളിൽ സുരക്ഷിതമായിട്ട് വലകാത്ത ശേഷവും നവാസിനെ മാറ്റി പെരേസ് ടീബോ കുട്വായെ ഗോൾ കീപ്പറായിട്ട് കൊണ്ടുവരുന്നു. ഈ പല തീരുമാനങ്ങളും ആരാധകർക്ക് കൈപ്പുതിർ പകർന്നവയായി. പലരെയും ഈ തീരുമാനങ്ങൾ വല്ലാതെ വേദനിപ്പിക്കുകയും ചെയ്തു. ഉദാഹരണത്തിന് ക്ലബിന് ലാഡിസിമ ഡെലിവർ ചെയ്ത സാക്ഷാൽ കാർലോ ആൻചലോട്ടിയെ പോലും ഒരു സുപ്രഭാതത്തിൽ പെരസ് മാറ്റിക്കളയുന്നു. പിന്നാലെ വന്ന റാഫ ബെനിറ്റസും അൽപായുസായിരുന്നു. എന്നാൽ പിന്നീട് ക്ലബിൽ നിന്നുണ്ടായ തീരുമാനം അന്നോളമുള്ള കയ്പുകളെ തുടച്ചു നീക്കാൻ പോകുന്ന ഒന്നായിരുന്നു. അടുത്തതായി ക്ലബിന്റെ മാനേജർ സ്ഥാനത്തേക്ക് വന്നത് ക്ലബ്ബ് കണ്ട എക്കാലത്തെയും മികച്ച മിഡ്ഫീൽഡർ ആയിരുന്നു സിനദിൻ സിദാൻ. സിദാന്റെ കോച്ചിങ് ശൈലി അത്ര കണ്ട് വിപ്ലവകരമൊന്നും ആയിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന് വേറെ ചില ഗുണങ്ങൾ ഉണ്ടായിരുന്നു. ഹി വാസ് സ്മാർട്ട്, ഫ്ലെക്സിബിൾ ആൻഡ് റൂത്ത്ലെസ്. ഏറെക്കുറെ അദ്ദേഹത്തിന്റെ മെന്ററും മുൻ കോച്ചുമായ കാർലോ ആൻസലോട്ടിയെ പോലെ തന്നെ അഡാപ്റ്റബിലിറ്റിയിൽ ഊന്നിയ ഒരു ഗെയിം പ്ലാൻ ആയിരുന്നു സിദാന്റേത്. ടിക്കി ടാക്ക ടീമുകൾക്ക് നേരെ അദ്ദേഹം ടീമിനെ കൊണ്ട് ഡയറക്റ്റ് കൗണ്ടർ അറ്റാക്കിംഗ് ഫുട്ബോൾ കളിപ്പിച്ചു. അതേസമയം കൗണ്ടർ അറ്റാക്കിംഗ് ടീമുകൾ വരുമ്പോൾ അദ്ദേഹം കളിക്കാരെ പിന്നിലേക്കിറക്കി തികഞ്ഞ പന്തടക്കത്തോടെ കളി നിയന്ത്രിച്ചു. ഇംഗ്ലീഷ് ക്ലബ്ബുകൾക്കെതിരെ അദ്ദേഹത്തിന്റെ ശൈലി ഇറ്റാലിയൻ ഡിഫൻസ് ആൻഡ് ഡിസിപ്ലിനിൽ ഊന്നിയുള്ളതായിരുന്നു. ജർമ്മൻ ക്ലബ്ബുകളുടെ ആക്രമണോത്സുക ശൈലിയെ അദ്ദേഹം ലോങ് പാസുകൾ കൊണ്ട് നേരിട്ടു. എല്ലാറ്റിനുമുപരിയായി അദ്ദേഹത്തിന് തൻ്റെ ടീമിലെ ഓരോ കളിക്കാരൻ്റെയും വ്യക്തിപരമായ സിദ്ധികളിൽ തികഞ്ഞ മതിപ്പുണ്ടായിരുന്നു. BBC എന്നറിയപ്പെട്ടിരുന്ന മൂവർ സംഘമായിരുന്നു അദ്ദേഹത്തിൻ്റെ വജ്രായുധം. ബെയിൽ, ബെൻസിമ ആൻഡ് ക്രിസ്ത്യാനോ. ഒരു കാലത്ത് ഹെൻഡോ, പുഷ്കാഷ്, ഡിസ്റ്റഫാനോ സംഘം എന്താണോ ചെയ്തിരുന്നത് അതിൻ്റെ ഒരു പുനർജന്മം. ഈ മൂവർ സംഘത്തിന് വേണ്ടപ്പോഴെല്ലാം പന്തെത്തിച്ചു കൊടുക്കാൻ പര്യാപ്തമായി മോഡ്രിച്ച്, ടോണി ക്രൂസ്, കാസിമീറോ എന്നിവരടങ്ങുന്ന അതിശക്തമായൊരു മിഡ്ഫീൽഡും അന്ന് ക്ലബിനുണ്ടായിരുന്നു. ക്രിയേറ്റിവിറ്റിയുടെയും കൺട്രോളിന്റെയും പവറിന്റെയും കൃത്യമായൊരു കോംബോ അതായിരുന്നു സിദാന്റെ കീഴിൽ പയറ്റിത്തെളിഞ്ഞ റയൽ മാഡ്രിഡ് ടീം. മാർസലോ എന്ന എക്കാലത്തെയും മികച്ച ഫുൾ ബാക്ക്, ക്യാപ്റ്റനും പിടിച്ചു കിട്ടാനാവാത്ത പോരാളിയുമായ സെർഹിയോ റാമോസ്, പെപ്പെ എന്ന വെറ്ററൻ ഹണ്ടർ, കാറ്റുപോലെ പായുന്ന റഫാൽ വാരാൻ, കണിശമായ ക്രോസുകൾ പായിക്കുന്ന നരിയെപ്പോലെ കുതിച്ചു പായുന്ന കാർവഹാൽ. ഇവർക്ക് പുറമെ റയൽ മാഡ്രിഡിന്റെ റിസർവ് ബെഞ്ചിലും ഉണ്ടായിരുന്നു ലോകത്തിലെ ഏത് പ്രൊഫഷണൽ ഫുട്ബോൾ ടീമിന്റെയും ആദ്യ 11-ൽ തന്നെ സ്ഥാനം പിടിക്കാൻ ശേഷിയുള്ള നിരവധി കളിക്കാർ. ഇസ്കോ, ഹാമേസ്, മൊറാറ്റ, അസെൻസിയോ, നാച്ചോ, കൊവാച്ചിച്ച്, വാസ്കസ് തുടങ്ങി നിരവധി മിടുമിടുക്കർ. സിദാന്റെ തന്ത്രങ്ങളുടെ മികവറിയാൻ 2017 ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ ഒന്നു മാത്രം നോക്കിയാൽ മതി. റയൽ മാഡ്രിഡ് വേഴ്സസ് യുവന്റസ് ആണ് കളി. 2010 ഇന്റർ മിലാന് ശേഷം ലോകം കണ്ട ഏറ്റവും മികച്ച ഡിഫൻസുകളിൽ ഒന്ന് യുവന്റസിൻ്റെതാണ്. ഈ മത്സരത്തിന്റെ ഉദ്വേഗം പിന്നീട് മാർസലോ ഓർത്തെടുക്കുന്നുണ്ട്. കിക്ക് ഓഫിന് മുമ്പ് തന്നെ ടീമിനുള്ളിൽ വല്ലാത്തൊരു അസ്വസ്ഥത കിടന്നു പുകയുന്നുണ്ടായിരുന്നു. മത്സരം തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ലഞ്ചിനിടെ ക്രിസ്ത്യാനോ റൊണാൾഡോ മൗനം ഭഞ്ജിക്കുന്നു. ടീമംഗങ്ങളെ നോക്കി അദ്ദേഹം ചോദിക്കുന്നു, ആകെ ഒരു വല്ലായ്മ തോന്നുന്നത് എനിക്ക് മാത്രമാണോ, അതോ നിങ്ങൾക്കും അങ്ങനെ തന്നെ തോന്നുന്നുണ്ടോ? ചാമ്പ്യൻസ് ലീഗ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഫോർവേഡ് തന്നെ മാച്ചിന് മുൻപായി തന്റെ ടെൻഷനെ കുറിച്ച് തുറന്നു പറഞ്ഞപ്പോൾ ടീമിലെ ബാക്കിയുള്ളവരുടെ മനസ്സിൽ സത്യം പറഞ്ഞാൽ ഒരു ഇളംകാറ്റ് വീശുകയാണ് ഉണ്ടായത്. ക്രിസ്ത്യാനോയ്ക്ക് ടെൻഷൻ ഉണ്ട് എങ്കിൽ പിന്നെ തങ്ങളുടെ മാനസിക സംഘർഷം തികച്ചും ന്യായമാണ് എന്ന് അവർക്ക് തോന്നി. പക്ഷെ ക്രിസ്ത്യാനോ തന്റെ സംസാരം അവിടെ നിർത്തുന്നില്ല. ചുറ്റിനും ഒന്നുകൂടി കണ്ണോടിച്ച് നോക്കിയ ശേഷം അദ്ദേഹം തുടർന്നു പറയുന്നു, നമുക്ക് കഷ്ടപ്പെടേണ്ടി വന്നേക്കാം, എന്നാലും സെക്കൻഡ് ഹാഫിൽ നമ്മൾ അവരെ കുഴിച്ചു മൂടും, ഒരു സംശയവും വേണ്ട. അന്ന് റൊണാൾഡോയുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിയിരുന്ന സഹകളിക്കാർക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു, ഹി മെന്റ് ഇറ്റ്. കളി തുടങ്ങി ആദ്യത്തെ അവസരം
20-ാം മിനിറ്റിൽ വലത്തെ വിങ്ങിലൂടെ റൊണാൾഡോയും കാർവഹാലും കൂടി നടത്തിയ ഒരു മുന്നേറ്റം യുവന്റസിന്റെ വല കുലുക്കുന്നു. 7 മിനിറ്റിനുള്ളിൽ തന്നെ വളരെ ബ്രില്യൻ്റ് ആയ ഒരു ഗോൾ തിരിച്ചടിച്ചുകൊണ്ട് യുവന്റസ് മറുപടി കൊടുക്കുന്നു. ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ച ഒരു ഓവർഹെഡ് കിക്കിലൂടെ മാൻസുക്കിച്ച് നേടിയ ഗോൾ സകലരെയും ഞെട്ടിച്ചു കളയുന്നു. ചാമ്പ്യൻസ് ലീഗിന് ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ഗോളുകളിലൊന്ന്. ഹാഫ് ടൈമിന് പിരിയുമ്പോൾ സ്കോർ 1-1. പക്ഷേ രണ്ടാം പകുതിയിൽ കളി പാടെ തിരിഞ്ഞു. സിദാന്റെ പ്ലാനിങ്ങിൽ റയൽ യുവന്റസ് വലയിലേക്ക് അടിച്ചു കയറ്റിയത് ഒന്നിനു പിന്നാലെ ഒന്നായി 3 ഗോളുകളാണ്. 61-ാം മിനിറ്റിൽ പെനാൽറ്റി ബോക്സിന് വെളിയിൽ നിന്ന് കാസിമിറോ തൊടുത്ത ലോങ് ഷോട്ട് വല കുലുക്കി. 64-ാം മിനിറ്റിൽ ലൂക്ക മോഡ്രിച്ചിന്റെ പാസിനെ കൃത്യമായി കണക്ട് ചെയ്തുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോളും പിറന്നു വീഴുന്നു. 90-ാം മിനിറ്റിൽ മാർസലോയുടെ പാസ് സ്വീകരിച്ചുകൊണ്ട് മാർക്കോ അസൻസിയോ വക അവസാനത്തെ ഗോൾ. ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോൾ സ്കോർ 4-1. യുവന്റസ് ആ ടൂർണമെന്റിൽ അതുവരെ വഴങ്ങിയ അത്രയും ഗോളാണ് രണ്ടാം പകുതിയിൽ മാത്രം റയൽ അവരുടെ പോസ്റ്റിലേക്ക് അടിച്ചു കയറ്റിയത്. റൊണാൾഡോ പറഞ്ഞ പോലെ റയൽ തങ്ങളുടെ എതിർ ടീമിനെ അക്ഷരാർത്ഥത്തിൽ കുഴിച്ചു മൂടുക തന്നെയായിരുന്നു. സിദാന്റെ മാഡ്രിഡ് അങ്ങനെ 12-ാം വട്ടവും യൂറോപ്പിന്റെ ഫുട്ബോൾ ചാമ്പ്യന്മാരായി അവരോധിക്കപ്പെടുന്നു. ചില ഫുട്ബോൾ പണ്ഡിറ്റ്സ് അന്ന് സിദാന്റെ തന്ത്രങ്ങളെ ക്രോസ് ആൻഡ് ഇൻഷാ അല്ലാ എന്ന് വിളിച്ച് പരിഹസിക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും വകവെക്കാതെ മുന്നോട്ട് പോകുന്ന സിദാൻ ക്ലബിന്റെ ചരിത്രത്തിൽ ഒരാൾക്കും സ്വന്തമല്ലാത്ത ഒരു നേട്ടത്തിനു കൂടി ഉടമയാകുന്നു. കോച്ച് എന്ന നിലയിൽ തുടർച്ചയായി 3 വട്ടം ക്ലബിനു വേണ്ടി ചാമ്പ്യൻസ് ലീഗ് കിരീടം അദ്ദേഹം നേടി. ക്ലബിന്റെ രാഷ്ട്രീയ ചരടുവലികൾ മുറുകുന്നതിന് മുമ്പ്, പ്രസിഡന്റ് പെരസുമായിട്ടുള്ള ബന്ധങ്ങൾ മോശമാകുന്നതിന് മുമ്പ് സ്വരം നന്നായിരിക്കെ തന്നെ സിദാൻ പാട്ടു നിർത്തി. പെരസ് തന്നെ പുറത്താക്കുന്നതിന് മുമ്പ് ക്രിസ്ത്യാനോ റൊണാൾഡോ ക്ലബ്ബ് വിട്ടുപോയതിന് തൊട്ടു പിന്നാലെ സിദാനും റയൽ മാഡ്രിഡ് വിടുന്നു. റയൽ മാഡ്രിഡിന്റെ പ്രത്യേകത അത് ഒരു പീക്കിൽ അവസാനിക്കുന്ന ഒരു പ്രതിഭാസമല്ല എന്നതാണ്. വർഷം 2024, മറ്റൊരു ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ, മറ്റൊരു കിരീടമുയർത്താമെന്നുള്ള പ്രതീക്ഷ വാനോളം എത്തി നിൽക്കുന്നു. റയലിന്റെ 15ാമത് ചാമ്പ്യൻസ് ട്രോഫി കിരീട നേട്ടമാകും അത്. എന്നാൽ ഫൈനലിന് മുമ്പ് സെമിയിൽ മറ്റൊരു റെമോൺടാഡ. അസാധ്യമായ ആ തിരിച്ചുവരവിന് ബെർണബ്യൂ നിറഞ്ഞു കവിഞ്ഞിരുന്ന ഫുട്ബോൾ പ്രേമികൾ സാക്ഷ്യം വഹിച്ചു. ഇത്തവണ റയലിന്റെ എതിരാളികൾ ബയൺ മ്യൂണിക് ആയിരുന്നു. കളിയുടെ 67-ാം മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ടായി ഇറങ്ങിയ അൽഫോൺസോ ഡേവിസ് മാരകമായൊരു ഷോട്ടിലൂടെ ഗോൾ നേടി മ്യൂണിക്കിനെ മുന്നിലെത്തിക്കുന്നു. 72-ാം മിനിറ്റിൽ റയൽ തിരികെ വല കുലുക്കിയെങ്കിലും വീഡിയോ റിവ്യൂവിൽ അത് നിഷേധിക്കപ്പെടുന്നു. 88-ാം മിനിറ്റിൽ ഗോളിയുടെ കൈപ്പിടിയിൽ ഒതുങ്ങാതെ വഴുതി വന്ന പന്തിനെ ഹോസിലു വലയിൽ എത്തിച്ചതോടെ സ്കോർ സമനിലയിലെത്തി. 91-ാം മിനിറ്റിൽ ഹോസിലു വീണ്ടും വലകുലുക്കിയതോടെ തോറ്റു എന്നുറപ്പിച്ച മാച്ച് റയൽ തിരിച്ചു പിടിക്കുന്നു. പിന്നാലെ ഫൈനലിൽ ബൊറൂസിയ ഡോട്ട്മുണ്ടിനെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്ത് തങ്ങളുടെ 15ാമത് ചാമ്പ്യൻസ് ലീഗ് കിരീടവും റയൽ നേടുന്നു. ഫൈനലിന് ശേഷം റയൽ മിഡ്ഫീൽഡർ വാൽവർദിയോട് പത്രക്കാർ പ്രചോദനം നൽകുന്ന ഘടകം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഫലിതരൂപേണ പറയുന്നത്, റയലിന് ഇതുവരെ 14 ചാമ്പ്യൻസ് ട്രോഫി മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എൻ്റെ ജേഴ്സി നമ്പർ 15 എൻ്റെ ജേഴ്സി നമ്പറുമായി കിരീടങ്ങളുടെ എണ്ണം മാച്ച് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു എന്നാണ്. ഈ ഒരു മൈൻഡ് സെറ്റാണ് റയൽ തങ്ങളുടെ കളിക്കാരിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. ബിസിനസ് കോർപ്പറേഷൻ പോലെ തികച്ചും പ്രൊഫഷണലായി റൺ ചെയ്യപ്പെടുന്ന ഒരു ഫുട്ബോൾ ക്ലബ്ബ്. അതിന് ഇന്ധനമായിട്ടുള്ളത് ഫുട്ബോളിനോടുള്ള അഭിനിവേശം ഒന്നു മാത്രം. ലിവർപൂളിന്റെ മാനേജറായിരുന്ന യുർഗൻ ക്ലോപ്പ് ഒരിക്കൽ ഒരു പ്രീ മാച്ച് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്: നമുക്ക് വിനീഷ്യസിനെ ചിലപ്പോൾ വേണ്ട പോലെ മാർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരാം, പക്ഷെ അപ്പുറത്ത് ബെൻസിമയുണ്ട്, അയാളെയും അനങ്ങാൻ വിടാതെ പിടിച്ചു വെച്ചു എന്നിരിക്കട്ടെ. എന്നാലും വാൽവർഡെയും റോഡ്രിഗോയും അപ്പോഴും ഫ്രീ ആണ്. ഇവരൊക്കെ നന്നായി ഡിഫെൻഡ് ചെയ്തു എന്ന് തന്നെ വെക്കാം. അപ്പോഴും 10-25 യാർഡ് ദൂരെ നിന്നും ചാട്ടുളി പോലെ സ്നൈപ്പർ ഷോട്ട് വായിക്കുന്ന ടോണി ക്രൂസിനെ നമ്മൾ എന്ത് ചെയ്യും? ഇനി അയാളെയും നമ്മൾ മാൻ ചെയ്തു എന്ന് വെച്ചാലും പെട്ടെന്നായിരിക്കും വിചാരിച്ചിരിക്കാതെ ലൂക്ക മോഡ്രിച്ച് ഡിഫൻസും പൊളിച്ച് മുന്നോട്ട് വരിക. ഇനി ഇവരാരും വന്നില്ല എങ്കിൽ ഒരു ഉഗ്രൻ ഷോട്ടോ അല്ലെങ്കിൽ പോസ്റ്റിലേക്ക് അതിവേഗം ഒരു നീക്കമോ കൊണ്ടുവന്ന് ചുവാമേനി നമ്മളെ ഞെട്ടിച്ചു കളയും. ചുരുക്കത്തിൽ എല്ലാ കാലത്തും ഏതെങ്കിലും ഒരു കളിക്കാരനിൽ മാത്രം ഒതുങ്ങി നിൽക്കാതിരുന്നൊരു ക്ലബ്ബായിരുന്നു റയൽ മാഡ്രിഡ്. റയൽ മാഡ്രിഡ് എന്ന ടീം കെട്ടിപ്പടുത്തിട്ടുള്ളത് പഴയ 1-2 കളികളുടെ രോമാഞ്ച സ്മരണകളുടെ പുറത്തല്ല. അതിന്റെ ലെഗസി നീളുന്നത് സാന്റിയാഗോ ബെർണബ്യൂവിലേക്കാണ്. ആ ലെഗസി പിന്നീട് കാലത്തെ അതിജീവിച്ചത് ഒരിക്കൽ പോലും കളത്തിൽ ഇറങ്ങിയിട്ടില്ലാത്ത ഫ്ലോറന്റിനോ പെരസിന്റെ കണിശതയിലും റുത്ത്ലെസ്നെസ്സിലുമാണ്. റയൽ മാഡ്രിഡിന്റെ ആ ലെഗസി ഇനിയും തുടരുക തന്നെ ചെയ്യും. കാരണം റയൽ മാഡ്രിഡിന് ഒന്നും ഒരിക്കലും ഭൂതകാലത്തിലെ രോമാഞ്ചങ്ങളിൽ അഭിരമിക്കലായിരുന്നില്ല. അവരെ പുലർത്തുന്നത് അടുത്ത ചാമ്പ്യൻസ് ലീഗിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ മാത്രമാണ്. മറ്റൊരു വല്ലാത്ത കഥയുമായി
ഇനിയും വരാം.